ഓക്കെ, ശ്രദ്ധിച്ചേ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് കറന്റ് പഠിച്ചു, ഇൻസ്റ്റന്റേനിയസ് വാല്യൂസ് വോൾട്ടേജ് ഒക്കെ നമ്മൾ പഠിച്ചു. അതിന്റെ ഇക്വേഷൻ എന്താ പഠിച്ചത്? ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് കറന്റ്. പ്രഭവ് പറഞ്ഞേ, ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് കറന്റ് ഐ ഈസ് ഈക്വൽ ടു എന്താ പഠിച്ചേ? I0 sin omega t. ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് വോൾട്ടേജ് V ഈക്വൽ ടു V0 sin omega t. ഇത് നമ്മൾ പഠിച്ചു. ഓൾട്ടർനേറ്റിംഗ് കറന്റ് എന്താന്ന് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ വേറൊരു കാര്യം പഠിച്ചു, റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ നമ്മൾ എന്താന്ന് പഠിച്ചു. റൂട്ട് മീൻ സ്ക്വയർ RMS വാല്യൂ ഓഫ് കറന്റ് അതെന്താ പഠിച്ചേ? VRMS ഈക്വൽ ടു എന്താ പഠിച്ച ഇക്വേഷൻ? V0 by root 2 and IRMS ഈക്വൽ ടു I0 by root 2. ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച ടോപ്പിക്. എന്താണ് ഓൾട്ടർനേറ്റിംഗ് കറന്റ് എന്ന് നമ്മൾ പറഞ്ഞു. ഓൾട്ടർനേറ്റിംഗ് കറന്റ് നമ്മൾ എങ്ങനെയാ ജനറേറ്റ് ചെയ്തെടുത്തത്? പറഞ്ഞോ. ഓൾട്ടർനേറ്റിംഗ് കറന്റ് എങ്ങനെയാ നമ്മൾ ജനറേറ്റ് ചെയ്തെടുത്തത്? എന്ത് വഴിയാണ് നമ്മൾ ജനറേറ്റ് ചെയ്തെടുത്തത്? എങ്ങനെയാ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു AC ജനറേറ്റർ പഠിച്ചില്ലേ? അതുവഴിയാണ് നമ്മൾ എന്ത് ജനറേറ്റ് ചെയ്ത് ഓൾട്ടർനേറ്റിംഗ് കറന്റ് നമ്മൾ ജനറേറ്റ് ചെയ്തെടുത്തത്. ആ ഓൾട്ടർനേറ്റിംഗ് കറന്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് കറന്റ് പഠിച്ചു, ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് EMF പഠിച്ചു. EMF ആണെങ്കിൽ നമുക്ക് E വെച്ച് എഴുതാനാണെങ്കിൽ E is equal to E0 sin omega t എന്ന് എഴുതാം. പിന്നെ VRMS IRMS പഠിച്ചു. ഇത്ര ഇക്വേഷൻസ് പഠിച്ചു വെച്ചോളണം. ഇതിൽ നിന്നാണ് കൂടുതലും പ്രോബ്ലം ചോദിക്കുക. VRMS ഈക്വൽ ടു V0 by root 2, IRMS ഈക്വൽ ടു I0 by root 2. ഇനി നമ്മൾ അടുത്ത വേറൊരു ടോപ്പിക്കിലേക്കാണ് പോകുന്നത്, ഫേസർ ഡയഗ്രാം. RMS റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ. RMS റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ അങ്ങനെ ഓർത്ത് വെച്ചാൽ. ഓക്കെ, ഇനി നമ്മൾ ഫേസർ ഡയഗ്രാം. എന്താണ് ഫേസർ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ? ഫേസർ ഡയഗ്രാം എന്ന് പറഞ്ഞത് നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് വരയ്ക്കുമ്പോൾ നമ്മൾ ഗ്രാഫ് വരക്കും. ആ ഗ്രാഫിന് പകരം നമ്മൾ ഫേസർ ഡയഗ്രാം വരക്കണം എന്നാ പറയാറ്. ഓക്കെ, ഫേസർ ഡയഗ്രാം അത് നമ്മൾ നോർമലി വരക്കണ ഗ്രാഫ്. അല്ലാതെ നമുക്ക് ശ്രദ്ധിച്ചേ, ഫേസർ ഡയഗ്രാമിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യണം. അപ്പൊ ഫേസർ ഡയഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറലി പറയാം, ഇപ്പൊ വോൾട്ടേജ്, കറന്റ് ഇതൊക്കെ എന്ത് ക്വാണ്ടിറ്റിയാ? സ്കെയിലാർ ക്വാണ്ടിറ്റിയാ. ഈ സ്കെയിലാർ ക്വാണ്ടിറ്റീസിനെ നമ്മൾ റൊട്ടേറ്റിംഗ് വെക്ടേഴ്സ്, അതായത് റൊട്ടേറ്റ് ചെയ്യുന്ന, ഇപ്പൊ അതായത് കറന്റും വോൾട്ടേജ് ഒക്കെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന വെക്ടേഴ്സ് ആക്കി നമ്മൾ റെപ്രസെന്റ് ചെയ്യും. കറന്റും വോൾട്ടേജും എന്ത് ക്വാണ്ടിറ്റിയാ? സ്കെയിലാർ ക്വാണ്ടിറ്റി. അപ്പൊ ആ സ്കെയിലാർ ക്വാണ്ടിറ്റിനെ റൊട്ടേറ്റിംഗ് വെക്ടേഴ്സ് ആക്കി റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഡയഗ്രാം, ജസ്റ്റ് ഒരു ഡയഗ്രത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഫേസർ ഡയഗ്രാം എന്ന് പറയാം. അപ്പൊ അതായത് നമ്മളിപ്പോ നേരത്തെ നമ്മൾ ഗ്രാഫ് ഒക്കെ വരക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ, ഇപ്പൊ ഒരു ഗ്രാഫിൽ നമ്മൾ കറന്റിനെ നമ്മൾ ഒരു വെക്ടർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. അതുപോലെ ഇത്ര ഓർത്താൽ മതി, കറന്റിനെയും വോൾട്ടേജിനെയും നമ്മൾ എന്തായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു? റൊട്ടേറ്റിംഗ് വെക്ടേഴ്സ്. അത് ആക്ച്വലി സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അതിനെ നമ്മൾ റൊട്ടേറ്റിംഗ് വെക്ടേഴ്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന ഡയഗ്രത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഫേസർ ഡയഗ്രാം എന്ന് പറയാ. അതിലൊരു ആംഗിൾ ഉണ്ടാവും, അതിനെ നമ്മൾ ഫേസ് ആംഗിൾ എന്ന് പറയും. എന്താ പറയാ? ഫേസ് ആംഗിൾ. ഓക്കെ, ജസ്റ്റ് സിമ്പിൾ ആയിട്ട് എഴുതി വെച്ചാൽ മതി. ഇപ്പൊ കറന്റിന് വോൾട്ടേജിനെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ വോൾട്ടേജ് സ്കെയിലാർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഡയഗ്രാം ആണ് ഫേസർ ഡയഗ്രാം എന്ന് പറയാ. നമുക്ക് V ആണെങ്കിൽ V-നെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഇതിന്റെ രണ്ടിന്റെയും ഇടയിലായിട്ടുള്ള ആംഗിൾ ഫേസ് ആംഗിൾ. ഓക്കെ, അപ്പൊ എഴുതിക്കോ, ഫേസർ ഡയഗ്രാം. ഇറ്റ് ഈസ് എ ഡയഗ്രാം representing current and voltage. It is a diagram representing current and voltage. Camera on ചെയ്തേ, ഓഫ് ആയില്ല. It is a diagram representing current and voltage as rotating vectors with phase angle between them. With phase angle between them. ഇതിന് തമ്മിൽ ഇടയിൽ ഒരു ആംഗിൾ ഉണ്ടാവും. ആംഗിൾ ഉണ്ടെങ്കിലല്ലേ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ജനറലി ഇത് പറ്റത്തില്ല. അപ്പൊ നമ്മൾ ഡയഗ്രാം യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നു. വാട്ട് ഇസ് ഫേസർ ഡയഗ്രാം എന്നും ചോദിക്കാനൊന്നും പോകില്ല. അത് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. നമുക്ക് വരക്കാനായിരിക്കും ഉണ്ടാവുക കൂടുതലും. ഈ ചാപ്റ്ററിൽ നിന്ന് വൃത്തിയായിട്ട് ഡെറിവേഷൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഇത് കഴിഞ്ഞില്ലേ? ഇത് റഫായിട്ട് വേണമെങ്കിൽ ഇങ്ങനെ വരച്ച് കാണിച്ചോ. ലൈക്ക് ഇതിനൊന്നും നമുക്ക് അങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഡയഗ്രാം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. റഫായിട്ട് ജസ്റ്റ് മനസ്സിലാവുന്ന രീതിയിൽ വരച്ചു വെച്ചാൽ മതി. ഇതാണ് ഫേസ് ആംഗിൾ എന്ന് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഫേസ് ആംഗിൾ അങ്ങനെ ജസ്റ്റ് റഫായിട്ട് ഒരു ഫിഗർ വരച്ചു വെച്ചാൽ മതി. ഫേസ് ആംഗിൾ. ഓക്കെ, കഴിഞ്ഞല്ല, റഫായിട്ട് വരച്ചില്ലേ? ശ്രദ്ധിച്ചിരിക്കുക, ഡെറിവേഷൻ ആണ്. ഇത് നോക്കി പഠിക്കാൻ പറ്റും. ഞാൻ പറയണ രീതിക്ക് നോക്കി പോയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട്
പഠിക്കാൻ പറ്റും. ഉറക്കം വരുന്നുണ്ടെങ്കിലൊക്കെ ഉറക്കമൊക്കെ മാറ്റി വെച്ചോട്ടാ. കറക്റ്റ് ഫേസർ ഡയഗ്രാമിന്റെ ഡെറിവേഷൻ ഒന്നുമില്ല. ഇത് അടുത്തതാ ഞാൻ പറയാം, അടുത്ത ടോപ്പിക്കാണ് ഞാൻ പറയാം. ആ ടോപ്പിക്ക് കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. നീ ക്ലാസ്സിലില്ലെങ്കിൽ നിനക്ക് ചെയ്യാൻ പറ്റും, നോക്കിയിരുന്നാൽ മതി. ശ്രദ്ധിക്കുക. AC അപ്ലൈഡ് ടു എ റെസിസ്റ്റർ. AC അപ്ലൈഡ് ടു എ റെസിസ്റ്റർ, അതാണ് അടുത്ത നമ്മുടെ ടോപ്പിക്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ജസ്റ്റ് നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. ശ്രദ്ധിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ഓൺലൈനിൽ കയറിയിരിക്കുന്നവർ ശ്രദ്ധിക്കണം കേട്ടോ. ജസ്റ്റ് ക്ലാസ് കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്ന ടോപ്പിക് ഏത്? AC അപ്ലൈഡ് ടു എ റെസിസ്റ്റർ. ഇതിന് എന്താ മനസ്സിലായി? AC അപ്ലൈഡ് ടു എ റെസിസ്റ്റർ എന്ന് പറയുമ്പോൾ എന്ത്? ഒരു AC കറന്റ്, ഒരു റെസിസ്റ്റർ എന്ന് പറയുമ്പോൾ എന്താ? ഒരു പ്യൂർലി റെസിസ്റ്റീവ് ആയിട്ടുള്ള സർക്യൂട്ട്. പ്യൂർലി റെസിസ്റ്റീവ് സർക്യൂട്ട് എന്ന് പറയുമ്പോൾ അതിൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? റെസിസ്റ്റർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ പ്യൂർലി റെസിസ്റ്റീവ് ആയിട്ടുള്ള ആ സർക്യൂട്ടിലേക്ക് നമ്മൾ എന്ത് കൊടുക്കാൻ പോവാ? AC കൊടുക്കാൻ പോവാ. AC എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഓൾട്ടർനേറ്റിംഗ് കറന്റ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതനുസരിച്ച് ഒരു ഫിഗർ വരക്കാൻ പറയുമ്പോൾ ഞാൻ ഇപ്പോ ഒരു പ്യൂർലി റെസിസ്റ്റീവ് ആയിട്ടുള്ള സർക്യൂട്ട്, അതിന്റെ റെസിസ്റ്റൻസ് R ആണ്. ആ സർക്യൂട്ടിലേക്ക് ഞാൻ ജസ്റ്റ് എന്ത് കൊടുത്തു? ഒരു AC വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കൊടുത്തു. ഒരു AC വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പൊ നമ്മൾ ഇനി ഇവിടെ നിന്ന് ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ആരൊക്കെയാണ് ഡയഗ്രാം, നമുക്ക് ഇത് AC അപ്ലൈ ടു റെസിസ്റ്റർ, ഒരു സർക്യൂട്ടിലേക്ക് നമ്മൾ AC അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ വോൾട്ടേജും കറന്റും നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, വോൾട്ടേജും കറന്റും കണ്ടുപിടിച്ചിട്ട് അതിനെ നമ്മൾ ഫേസർ ഡയഗ്രാമും ഗ്രാഫും ആയിട്ട് റെപ്രസെന്റ് ചെയ്യാനാണ് പോകുന്നത്. അപ്പൊ ടോപ്പിക് എന്താന്ന് മനസ്സിലായല്ല? AC നമ്മൾ എന്തിലേക്ക് കൊടുക്കാൻ പോകും? റെസിസ്റ്റീവ് സർക്യൂട്ടിലേക്ക് നമ്മൾ കൊടുക്കാൻ പോകും. അപ്പൊ ഞാൻ ഇവിടെ കൊടുത്തത് ഒരു AC വോൾട്ടേജ് ആണ് അപ്ലൈ ചെയ്തത്. അപ്പൊ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ്? ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് വോൾട്ടേജിന്റെ ഇക്വേഷൻ എന്താ നമ്മൾ പഠിച്ചത്? V ഈക്വൽ ടു V0 സൈൻ ഒമേഗ ടി. അപ്പൊ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്ത വോൾട്ടേജിന്റെ വാല്യൂ ആണ് V ഈക്വൽ ടു V0 സൈൻ ഒമേഗ ടി എന്ന് പറയുന്ന വോൾട്ടേജ് ഞാൻ ഇതിലേക്ക് അപ്ലൈ ചെയ്ത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കറന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ജസ്റ്റ് ഡെറിവേഷൻ ആണ്, കറന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ കറന്റ് എന്ന് പറയുമ്പോൾ അക്കോർഡിംഗ് ടു ഓംസ് ലോ നമ്മൾ V ഈക്വൽ ടു എങ്ങനെയാ പഠിച്ചേക്കുന്നത്? V ഈക്വൽ ടു IR എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചേക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് കറന്റ് കണ്ടുപിടിക്കാം. കറന്റ് I ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? V/R എന്ന് എഴുതിക്കൂടെ? ഓക്കെ, അതിന് പകരം ഈ വിക്ക് പകരം എനിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം? അപ്പൊ I ഈക്വൽ ടു വിക്ക് പകരം എന്ത് കൊടുക്കാം? നീ ഇത് മാത്രം, വിഘ്നേഷ് ഇത് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് വോൾട്ടേജ്, ഒരു AC വോൾട്ടേജിന്റെ ഇക്വേഷൻ ആണ് V ഈക്വൽ ടു V0 സൈൻ ഒമേഗ ടി. അതുപോലെ പിന്നെ നീ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് കറന്റ് എന്ന് പറയുന്നത് I ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി. ഇത് മാത്രമാണ് പുതിയതായിട്ട് ഇതിൽ പഠിക്കുന്നത്. ബാക്കിയെല്ലാം ഓക്കെയാ. I ഈക്വൽ ടു V/R. വിയുടെ പ്ലേസിൽ എനിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം? V0 സൈൻ ഒമേഗ ടി ബൈ R എന്ന് ഞാൻ കൊടുത്തു. ഓക്കെ, ഇനി നിങ്ങളൊന്ന് നോക്കണേ, ഈ V0/R എനിക്ക് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? പറഞ്ഞോ. I0 അല്ലെ? V0/R എന്ന് പറഞ്ഞ എങ്ങനെ എടുക്കാം? നോക്ക്, I ഈക്വൽ ടു V/R ആണെന്ന് വിചാരിക്കാം. അപ്പൊ V0/R പകരം എനിക്ക് എന്തെന്ന് കൊടുക്കാം? I0 എന്ന് കൊടുത്തൂടെ? അപ്പൊ I ഈക്വൽ ടു എന്തെന്ന് കിട്ടും? I0 സൈൻ ഒമേഗ ടി. അപ്പൊ നോക്കിക്കേ, അപ്പൊ നമ്മള് ഒരു പ്യൂർലി റെസിസ്റ്റീവ് ആയിട്ടുള്ള സർക്യൂട്ടിലേക്ക് AC വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പൊ വോൾട്ടേജിന്റെ ഇക്വേഷൻ ആണ് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് വോൾട്ടേജ് എന്ന് പറയുന്നതാണ് V ഈക്വൽ ടു V0 സൈൻ ഒമേഗ ടി. അപ്പൊ അത് അപ്ലൈ ചെയ്ത് കൊടുത്തപ്പോ, ഒരു AC വോൾട്ടേജ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തപ്പോ, അപ്പൊ V0 സൈൻ ഒമേഗ ടി എന്ന് പറയുന്ന വോൾട്ടേജ് ഞാൻ ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞപ്പോ അവിടെ ഉണ്ടായ കറന്റ് എങ്ങനെയാണ്? അപ്പൊ കറന്റ് കിട്ടിയേക്ക് നോക്കി, I ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഒമേഗ ടി എന്ന് പറയുന്നതാണ് എന്ത്? ആംഗിൾ. ഒമേഗ ടി എന്ന് പറയുന്നതല്ല ആംഗിൾ. ഇവിടെയും ഒമേഗ ടി എന്ന് പറയുന്നതാണ് എന്ത്? ആംഗിൾ. അപ്പൊ നോക്കിക്കേ, രണ്ട് ആംഗിളും എന്താണ്? സെയിം അല്ലേ? അപ്പൊ ഈ ഒരു കേസിൽ ഒരു പ്യൂർലി റെസിസ്റ്റീവ് ആയിട്ടുള്ള സർക്യൂട്ടിലേക്ക് നമ്മൾ AC വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് വോൾട്ടേജും അതുപോലെ തന്നെ കറന്റും എന്തായിരിക്കും? സെയിം ഫേസിലായിരിക്കും. രണ്ടും സെയിം ഫേസിലായിരിക്കും. രണ്ടിന്റെയും ആംഗിൾ എങ്ങനെയായിരിക്കും? സെയിം ആയിട്ടായിരിക്കും മൂവ് ചെയ്യുക. ഇനി അടുത്ത കേസ് പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പൊ നമ്മൾ ഇതിന്റെ ഫേസർ ഡയഗ്രാം ആണ് നമ്മളിപ്പോ വരക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യം ഇത്ര ഒന്ന് എഴുതിക്കോ. AC അപ്ലൈ ടു എ റെസിസ്റ്റർ ഹെഡിങ് കൊടുത്താണ്ട് എഴുതിക്കോ. AC applied to a resistor, a pure resistance, എന്തോ പറഞ്ഞോ? AC applied to a resistor ഹെഡിങ് കൊടുത്തോ. A pure resistance എഴുതിക്കോ. A pure resistance R is connected to a AC source. A pure resistance R is connected to a AC source എന്ന് പറഞ്ഞ റഫ് ആയിട്ട് ഫിഗർ വരച്ചിട്ട് ജസ്റ്റ് ആ ഇക്വേഷൻ എഴുതിക്കും. വോൾട്ടേജ് കൊടുത്തു, ഇതിനൊരു കറന്റ് ഉണ്ട് I.
ഇത്ര എഴുതി കഴിയുമ്പോ പറയണേ. ഇതിൽ നോക്കണം എന്നില്ല, ജസ്റ്റ് ആ ഇക്വേഷൻ എടുത്തിട്ട് നമ്മൾ ഐയിലേക്ക് എങ്ങനെ എത്തി അതൊന്ന് ആലോചിച്ചാൽ മതി. ആ ഏതാടാ? അത് സിമ്പലാ, എ സിയുടെ. എ സി കറന്റ് അപ്ലൈ ചെയ്ത് സിമ്പൽ കൊടുത്തത്. ഓക്കെ, എന്ത് പറ്റി? ഫൈനല് ആംഗിൾ ഈക്വലാ രണ്ടിന്റെ. ഇത് കണ്ട ഒമേഗ ടി ഒമേഗ ടി, അപ്പൊ രണ്ടും ഈക്വൽ ആയിട്ട് വന്നു. അതായത് രണ്ടും അപ്പൊ ഒരു പ്യൂർലി റെസിസ്റ്റീവ് ആയിട്ടുള്ള സർക്യൂട്ടിലേക്ക് നമ്മൾ എ സി കറന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന വോൾട്ടേജും കറന്റും എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? സെയിം ഫേസ് ആയിരിക്കും, രണ്ടിന്റെയും ആംഗിൾ സെയിം ആയിരിക്കും. അതാണ്. അപ്പൊ നമുക്ക് ഡയഗ്രാം വരയ്ക്കുമ്പോൾ കറക്റ്റ് ആയിക്കോളും. ഓക്കെ, വരച്ചാ? ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളിപ്പോ അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും? എ സി അപ്ലൈ ടു എ റെസിസ്റ്റർ കഴിഞ്ഞു. ഇനി എ സി അപ്ലൈ ടു എ ഇൻഡക്ടർ പഠിക്കും, എ സി അപ്ലൈ ടു എ കപ്പാസിറ്റർ പഠിക്കും. അപ്പൊ ഒരെണ്ണം പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ രീതിയിൽ തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ട് പോകാൻ പറ്റും. അപ്പൊ ഇനി നമുക്ക് ഫേസർ ഡയഗ്രാം ആണ് വരക്കേണ്ടത്. ഫേസർ ഡയഗ്രാം എന്ന് പറയുന്നത് എങ്ങനെയാ വരക്കുന്നത് ഞാൻ പറഞ്ഞല്ലേ? എന്തിനെയൊക്കെ റെപ്രസെന്റ് ചെയ്യാനാ ഫേസർ ഡയഗ്രാം നമ്മൾ വരക്കുന്നത്? വോൾട്ടേജിനെയും കറന്റിനെയും റൊട്ടേറ്റിംഗ് വെക്ടേഴ്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാനാണ് നമ്മൾ ഫേസർ ഡയഗ്രാം പഠിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഫേസർ ഡയഗ്രാം വരക്കുമ്പോഴത്തേക്ക് നിങ്ങൾ പറയണേ കണ്ടീഷൻ എന്തായിരിക്കും എന്ന് പറയാം. ഇതിന്റെ ഫേസർ ഡയഗ്രാം എന്ന് പറയുമ്പോൾ ഞാൻ വരച്ചു ഒരു എക്സ് ആക്സിസും കൺസിഡർ ചെയ്ത് ഒരു വൈ ആക്സിസും കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഡയഗ്രാം വരക്കുമ്പോ ഇതിൽ എന്താ പറഞ്ഞേക്കുന്നത്? ആംഗിള്, വോൾട്ടേജിന്റെ ആംഗിൾ എത്രയാ? π/2. സോറി, π/2 അല്ല, ഒമേഗ ടി. അതുപോലെ കറന്റിന്റെ ആംഗിൾ എത്രയാ? ഒമേഗ ടി. രണ്ടിന്റെയും സെയിം തന്നെയാ വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ നോക്കിയാൽ ഇതാണ് ഞാൻ വോൾട്ടേജിനെ വരക്കുന്നത്. ഈ റെഡ് കളറിൽ വരച്ചേക്കുന്നതാണ് വോൾട്ടേജ്. ഓക്കെ, അടുത്തത് ഈ ബ്ലാക്ക് ഷെയ്ഡിൽ ഞാൻ വരച്ചേക്കുന്നതാണ് കറന്റ്. അപ്പൊ ഈ കേസിൽ നമ്മൾ ഡയഗ്രാം വരക്കുമ്പോൾ രണ്ടിന്റെയും ആംഗിൾ എന്ന് പറയുന്നത് എത്രയാ? ഒമേഗ ടി. രണ്ടും സെയിം ഫേസ് ആണ് ഈ കേസിൽ. അപ്പൊ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കും കേട്ടോ. ഈ കേസിൽ എ സി അപ്ലൈ ടു എ റെസിസ്റ്റർ, ഒരു എ സിയിലേക്ക് നമ്മൾ റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു റെസിസ്റ്റർ നമ്മൾ പ്യുവർ എ സി സോഴ്സിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന വോൾട്ടേജും കറന്റും എന്തായിരിക്കും? സെയിം ഫേസിലാണ്. അതാണ് ഇതിൽ നിന്ന് പഠിക്കുന്ന കൺക്ലൂഷൻ. അപ്പൊ ഇത്രയും എഴുതി വെച്ചിട്ട് എഴുതിക്കോ. ഇൻ ദിസ് കേസ്, in a purely resistive circuit, അങ്ങനെ എഴുതിയാൽ മതി. In a purely resistive circuit, voltage and EMF are in same phase. Voltage and EMF are in same phase. In a purely resistive circuit, resistance മാത്രമേ അതിലുള്ളൂ. In a purely resistive circuit, voltage and EMF are in same phase. Voltage and EMF are in same phase. Sorry, current and EMF are in same phase. Current and voltage are in same phase. EMF എന്ന് ഉദ്ദേശിക്കുന്ന വോൾട്ടേജിനെ തന്നെയാ. I and V. Okay. Current and voltage are in same phase. ഇപ്പൊ നമ്മൾ എഴുതിയില്ലേ, അതിന്റെ താഴെ തന്നെ രണ്ട് ഇക്വേഷനും കൂടെ ഒന്ന് ആലോചിച്ച് വെച്ചു. അപ്പൊ പ്യൂർലി റെസിസ്റ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ വിയുടെ ഇക്വേഷൻ എന്താ വരിക? V is equal to V0 sin omega t. And what is the equation of I? I is equal to, നമുക്ക് I കൺക്ലൂഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് എന്താ? I is equal to I0 sin omega t. രണ്ടും സെയിം ഫേസ് ആണ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും രണ്ടും സെയിം ഫേസ് ആണ്. ഇനി നമുക്കപ്പോ ഫേസർ ഡയഗ്രാം വരച്ച് ഇനി നമുക്ക് ഇതിനെ ഗ്രാഫിക്കലി എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? അപ്പൊ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഒന്ന് നോക്കിക്കോട്ടോ. ജനറലി നമ്മൾ സാധാരണ ഗ്രാഫ് വരക്കില്ല, ആ രീതിയിലും റെപ്രസെന്റ് ചെയ്യാം. 0 π/2 π 3π/2 2π. ഓക്കെ, ആദ്യം ഞാനിപ്പോ ഇവിടെ ഞാൻ റെഡ് വെച്ച് വരച്ചേക്കുന്ന വോൾട്ടേജ്. അപ്പൊ റെഡ് വെച്ച് തന്നെ വോൾട്ടേജ് വരക്കണേ. സെയിം ഫേസിലാണ് രണ്ടും പോകുന്നത്. ആംഗിൾ ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല. മനസ്സിലായ? വോൾട്ടേജ് നോക്കിയപ്പോൾ ആദ്യം 0 to π, പിന്നെ π to 2π. ഇതെന്തായി മീൻ ചെയ്തേക്കുന്നത്? ഇങ്ങനെ വന്ന് ഇവിടെ വരെ അവസാനിക്കണം. നമ്മൾ എന്താന്നാ പറഞ്ഞ കഴിഞ്ഞ ക്ലാസ്സിൽ? ഒരു കംപ്ലീറ്റ് സൈക്കിളിനെയാണ് നമ്മൾ അങ്ങനെ പറയാം. 1 കംപ്ലീറ്റ് സൈക്കിൾ. ഇവിടെ വരെ ഉള്ളതാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? ഹാഫ് സൈക്കിൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹാഫ് സൈക്കിളും ഫുൾ സൈക്കിൾ എന്താന്നൊക്കെ പറഞ്ഞ ഡെറിവേഷൻ നോക്കിയതാ. അപ്പൊ ഇത് നോക്കിക്കേ, നിങ്ങളും പറ്റുമെങ്കിൽ ഒരെണ്ണം പെൻസിൽ വെച്ച് ഒരെണ്ണം പെൻ വെച്ചും വരക്കാം. അപ്പൊ കറക്റ്റ് ആയിട്ട് ആ ഡിഫറൻസ് മനസ്സിലാവും. ഒരെണ്ണം അപ്പൊ ഞാനിവിടെ ബ്ലാക്ക്, വോൾട്ടേജ് റെഡും കറന്റ് ബ്ലാക്കിലും റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. ഇതാണ് ഫേസർ ഡയഗ്രാം. ഇത് നമ്മൾ ജനറലി ഗ്രാഫ് വരച്ച് കാണിക്കത്തില്ല. ആംഗിൾ ആ റെപ്രസെന്റേഷൻ ആണ്, ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. ഇത് ഫേസർ ഡയഗ്രാം, അത് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. ഓക്കെ, ഇത് നന്നായിട്ട് പഠിക്കണം കേട്ടോ. നമുക്ക് അടുത്ത ടോപ്പിക്കും ഇതിനെ തന്നെ.
മുകളിലേക്ക് അങ്ങനെ ഒന്നുമില്ല, രണ്ടും സെയിം ഫേസ് ആണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം. ഇപ്പൊ ഇതിന്റെ പുറത്തൂടെ തന്നെ ഇതാ അത് എക്സ് വൈ ആക്സിസിൽ ഞാൻ ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ. ഒരു ആക്സിസിൽ രണ്ടും നമുക്ക് ഇത്രയും കിട്ടിയാൽ മതി, രണ്ടിന്റെയും ആംഗിൾ സെയിം ആണ്. അത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ അതും ഇതും വരച്ചത്. നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി, വിയും ഐയും എന്ന് പറയുന്ന സെയിം ഫേസ്. അതായത് എങ്ങോട്ട് നീങ്ങിയാലും ഈ ഒരു സർക്യൂട്ടിൽ വേറെ എന്ത് വ്യത്യാസം ഉണ്ടായാലും അവിടെ ഉണ്ടാകുന്ന വോൾട്ടേജും കറന്റും എപ്പോഴും എങ്ങനെയായിരിക്കും വരിക? സെയിം ആംഗിളിൽ തന്നെ ആയിരിക്കും മൂവ് ചെയ്യുക, സെയിം ഫേസിലായിരിക്കും. പറഞ്ഞോ, കാണുന്നില്ലേ? ബോർഡ് കാണുന്നില്ലേ? ഓക്കെ, അടുത്തതിലേക്ക് പോവാം. ഓക്കെ, അടുത്തത് ഇപ്പൊ നമ്മൾ എന്താ പഠിച്ച? എ സി അപ്ലൈ ടു എ റെസിസ്റ്റർ. അടുത്തത് എ സി അപ്ലൈ ടു an ഇൻഡക്ടർ. എ സി അപ്ലൈ ടു an ഇൻഡക്ടർ. ശ്രദ്ധിച്ചേ, വിവേകെ സംസാരിക്കല്ലേ. ഓക്കെ, എ സി അപ്ലൈ ടു an ഇൻഡക്ടർ. ഇതിൽ എന്തായിരിക്കും വ്യത്യാസം വരിക? നേരത്തെ നമ്മൾ പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ട് ആണ് കൺസിഡർ ചെയ്തത്. അപ്പൊ ഇവിടെ എന്തായിരിക്കും വ്യത്യാസം വരിക? പ്യുവർലി ഇൻഡക്റ്റീവ് ആയിട്ടുള്ള ഒരു സർക്യൂട്ട് ആയിരിക്കും. ഇൻഡക്റ്റൻസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ഏതാ? എൽ. ഓക്കെ, അപ്പൊ നമ്മളൊരു പ്യുവർലി ഇൻഡക്റ്റീവ് ആയിട്ടുള്ള സർക്യൂട്ട് കൺസിഡർ ചെയ്തു, അതിന്റെ ഇൻഡക്റ്റൻസ് എൽ ആണ്. ഇനി നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്ത പോലെ തന്നെ സ്റ്റെപ്സ് ഒന്നും ഞാൻ മാറ്റുന്നില്ല, അതേ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് മൂവ് ചെയ്യാം. വി ഇസ് ഈക്വൽ ടു, ഇതിലേക്ക് നമ്മളപ്പോ എന്താ ചെയ്തത്? ഒരു പ്യുവർലി ഇൻഡക്റ്റീവ് ആയിട്ടുള്ള സർക്യൂട്ടിലേക്ക് നമ്മൾ എ സി അപ്ലൈ ചെയ്തു. അപ്പൊ ഇവിടുത്തെ വോൾട്ടേജ്, ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് വോൾട്ടേജ് എന്താ? വി ഇസ് ഈക്വൽ ടു V0 സൈൻ ഒമേഗ ടി കൊടുത്ത്. ഇനി നമുക്ക് ഒരു ഇൻഡക്റ്റീവ് ആയിട്ടുള്ള സർക്യൂട്ട് ആണ് ഇത്. അപ്പൊ ഇൻഡക്റ്റീവ് സർക്യൂട്ടിന്റെ EMF കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? EMF അല്ലെങ്കിൽ വോൾട്ടേജ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ എന്താ? സ്റ്റെപ്സ് ആലോചിച്ച് നോക്കുക. നേരത്തെ നമ്മൾ എന്താ ചെയ്തത്? കഴിഞ്ഞ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്തത് V ഇസ് ഈക്വൽ ടു V0 സൈൻ ഒമേഗ ടി എന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മൾ ഓംസ് ലോ V ഇസ് ഈക്വൽ ടു IR, അവിടെ നിന്നാണ് നമ്മൾ എന്തെടുത്തത്? ഐനെ എടുത്തത്. ഇവിടെ അപ്പൊ അതുപോലെ തന്നെ ആലോചിക്കുക, വിക്ക് വേണ്ട വേറൊരു ഇക്വേഷൻ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ ഇൻഡക്ടൻസ് ആണ്. ഇൻഡക്ടൻസ് വരുമ്പോൾ അവിടെ സെൽഫ് ഇൻഡക്ടൻസ് അല്ലെങ്കിൽ ഇൻഡക്ടൻസിന്റെ കേസിൽ EMF അല്ലെങ്കിൽ വോൾട്ടേജ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. സെൽഫ് ഇൻഡക്ടൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ നമ്മൾ പഠിച്ച കഴിഞ്ഞ ചാപ്റ്ററിൽ? ഇങ്ങനെ ഒരു ഇക്വേഷൻ ഓർമ്മയുണ്ട? E is equal to L di/dt. മൈനസ് നമ്മൾ കൺസിഡർ ചെയ്യണം, ഡയറക്ഷൻ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ E is equal to L di/dt. EMF എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ എന്തെന്ന് പറയുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എന്താ എഴുതാം? V is equal to L into di/dt. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷനിൽ നമുക്ക് എന്താ വേണ്ടത്? ഇനി എന്താ വേണ്ടത്? വോൾട്ടേജ് ഉണ്ട്, പിന്നെ വോൾട്ടേജും വേണം. വേറെ ആരാ നമുക്ക് വേണ്ടത്? ആലോചിച്ച് നോക്ക്. വോൾട്ടേജ് ഉണ്ട്, വോൾട്ടേജ് നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ എഴുതി വെച്ച്. കറന്റ് അല്ലേ നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ആരെ പുറത്തേക്ക് കൊണ്ടുവരാ? DI നെ അല്ലേ നമുക്ക് കൊണ്ടുവരേണ്ടത്. ഓക്കെ, അപ്പൊ DI is equal to V/L into dt. ഓക്കെ, ഇനി വിവേക് പറ, ഇനി നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം ഈ ഇക്വേഷനിൽ? V ഈക്വൽ ടു V നമുക്ക് എന്താണെന്നറിയാം? V0 സൈൻ ഒമേഗ ടി. അപ്പൊ എന്തെഴുതാം? DI ഈക്വൽ ടു V0 സൈൻ ഒമേഗ ടി ഡിവൈഡഡ് ബൈ L ഇൻറ്റു dt. അപ്പൊ നോക്കിക്കേ, ഇവിടെ DI എന്നാ കിടക്കുന്നത്. നമുക്ക് വേണ്ടത് എന്താ? കറന്റ് I ആണ് വേണ്ടത്. അപ്പൊ DI-യിൽ നിന്ന് I-യിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാ? ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രൽ ഓഫ് DI ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് V0 ബൈ L സൈൻ ഒമേഗ ടി dt വിത്ത് റെസ്പെക്ട് ടു dt ആണ്. അപ്പൊ ബാക്കി ഏതൊക്കെ ടേംസ് ആ കോൺസ്റ്റന്റ് ആവുക? V0 ബൈ L എന്താ? കോൺസ്റ്റന്റ് ആണ്. സോ വി കൻ ടേക്ക് ഔട്ട് സൈഡ്. അപ്പൊ I is equal to V0 ബൈ L ഞാൻ പുറത്തേക്ക് എടുത്തു. ബാക്കിയുള്ളത് ഇന്റഗ്രൽ ഓഫ് സൈൻ ഒമേഗ ടി dt
Okay, what is the value of integral of sin omega t dt? അപ്പൊ I is equal to V0 by L. Cos ആണോ മൈനസ് കോസ് ആണോ? മൈനസ് കോസ്. ഓക്കെ, മൈനസ് കോസ് ഒമേഗ ടി ബൈ ഒമേഗ. ഓക്കെ, ഇന്റഗ്രേറ്റ് ചെയ്ത് ഇനി നമുക്ക് നോക്കാം. ഈ ഒമേഗനെ ഞാൻ കോൺസ്റ്റന്റ് ആയിട്ട് പുറത്തേക്ക് എടുക്കാം. അപ്പൊ I is equal to V0 by L ഒമേഗ കോസ് ഒമേഗ ടി. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഈ കോസ് ഒമേഗ ടീനെ ഞാൻ ഇങ്ങനെ എഴുതാൻ പോണേ. മൈനസ് കോസ് ഒമേഗ ടീന് സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ ടു, സൈൻ തീറ്റ മൈനസ് 90 എന്ന് പറഞ്ഞ് കൊടുക്കില്ല, ആ രീതിയിൽ കൊടുക്കണേ. അപ്പൊ I is equal to V0 by L ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ ടു. ഓക്കെ, ഇനി ഈ ഇക്വേഷനും നമ്മുടെ ജനറൽ കറന്റിന്റെ ഇക്വേഷൻ എന്താ? I is equal to, ജനറലി നമ്മൾ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് കറന്റിന്റെ ഇക്വേഷൻ I0 സൈൻ ഒമേഗ ടി, അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ, ഒരു മിനിറ്റ്, ഇക്വേഷൻ നമ്പർ കൊടുത്തോട്ടെ. ഇക്വേഷൻ നമ്പർ 1 2 4 5. ഇത് ഞാൻ കമ്പയർ ചെയ്യാനാണ്. I is equal to I0 സൈൻ ഒമേഗ ടി ആയിട്ട് കമ്പയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നോക്കിക്കേ, ഇവിടെ I0ന്റെ പ്ലേസിൽ കിടക്കുന്നത് എന്താ? V0 by L ഒമേഗ. അപ്പൊ നമുക്ക് കിട്ടിയ വോൾട്ടേജിന്റെ ഇക്വേഷൻ എന്താ? V is equal to V0 sin omega t and the value of current I is equal to I0 sin omega t minus pi by 2. നമുക്ക് വേണ്ടത് ഫേസ് ചേഞ്ച് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നാണ് അറിയേണ്ടത്. ബാക്കിയെല്ലാം സെയിം തന്നെ. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്ക് എന്ത് കിട്ടി? I is equal to I0 sin omega t minus pi by 2. അപ്പൊ നോക്കിക്കേ, ഇത് രണ്ടും സെയിം ഫേസ് ആണോ? വോൾട്ടേജ് നമ്മൾ ഇനീഷ്യലി കൊടുക്കുന്നത് എല്ലായിടത്തും സെയിം തന്നെയായിരിക്കും. ഇവിടെ കൊടുത്തത് എന്താ? V is equal to V0 sin omega t. ഫേസ് നോക്കിക്കേ, ഇവിടെ സൈൻ കഴിഞ്ഞിട്ട് വരുന്നത് എന്താ? ഒമേഗ ടി ആ വരുന്നത്. ഇവിടെ സൈൻ കഴിഞ്ഞിട്ട് വരുന്നത് എന്താ? ഒമേഗ ടി മൈനസ് പൈ ബൈ 2. അപ്പൊ നോക്കിക്കേ, കറന്റും വോൾട്ടേജും എങ്ങനെയാ നിൽക്കുന്നത്? ലാഗിങ് ആണ്. കറന്റ് ലാഗ്സ് ബിഹൈൻഡ് EMF അല്ലെങ്കിൽ കറന്റ് ലാഗ്സ് ബിഹൈൻഡ് വോൾട്ടേജ് ബൈ ഫേസ് പൈ ബൈ 2. നേരത്തെ ഒന്നുകൂടെ ശ്രദ്ധിച്ചേ, ഉറക്കം വരുന്നുണ്ടോ? അപ്പൊ നേരത്തെ നമ്മൾ എങ്ങനെയാ പറഞ്ഞ? കറന്റും വോൾട്ടേജും സെയിം ഫേസിലായിരുന്നു മൂവ് ചെയ്തോണ്ടിരുന്ന വെച്ചത്. ഇപ്പൊ നോക്കിക്കേ, ഇപ്പൊ എന്ന് പറയുമ്പോഴത്തേക്കും വോൾട്ടേജ് ഒമേഗ ടി ആണെങ്കിൽ ഇവിടെ കറന്റ് എന്ന് പറയുന്നത് ഒമേഗ ടി മൈനസ് പൈ ബൈ 2. മൈനസ് പൈ ബൈ 2 എന്ന് പറയുമ്പോ എന്താ മീൻ ചെയ്യുന്ന? വോൾട്ടേജിനേക്കാളും 90 ഡിഗ്രി ബാക്കിലാണ് ആര്? കറന്റ് എന്ന് പറയുന്നത്. അപ്പൊ കറന്റ് ലാഗ്സ് ബിഹൈൻഡ് EMF ബൈ ഫേസ് പൈ ബൈ 2. അപ്പൊ റെസിസ്റ്റർ AC അപ്ലൈ ടു റെസിസ്റ്ററിൽ എന്താ കൺക്ലൂഷൻ പഠിച്ചേ? വോൾട്ടേജ് ആൻഡ് കറന്റ് ആർ ഇൻ സെയിം ഫേസ്. പക്ഷെ ഇവിടെ നമുക്ക് എന്തെന്ന് കിട്ടി? എന്താ കിട്ടിയ പറ? കറന്റ് ലാഗ്സ് ബിഹൈൻഡ് EMF ബൈ ഫേസ് പൈ ബൈ 2. ഈ കൺക്ലൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രാഫ് വരക്കാൻ പറ്റൂ. അപ്പൊ ഓക്കെ, ഇവിടെ വരെ എഴുതട്ടാ. അത് എഴുതിക്കോ, ഇത് എഴുതിക്കോ. AC അപ്ലൈ ടു ആൻ ഇൻഡക്ടർ. A pure inductor of inductance L. A pure inductor of inductance L is connected to an AC source. Instantaneous value of voltage V is equal to, ഇവിടെ തൊട്ട് എഴുതിക്കോ, V is equal to, ഇതൊന്ന് മനസ്സിലാക്കി പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും. ഇവിടെ ആകെ വിയുടെ ഇക്വേഷൻ മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, ബാക്കിയെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്ത് എഴുതുന്ന സ്റ്റെപ്പാ. എഴുതിക്കോട്ടാ. എഴുതി കഴിഞ്ഞ എന്താടാ? എവിടെ? ഇവിടെ അത് കൊടുക്കണം എന്നില്ല, എഴുതിയാ മതി. മറ്റേത് പൈ ബൈ 2, ഇത് പൈ ബൈ 2, സോറി ഒമേഗ ടി മൈനസ് പൈ ബൈ 2. കഴിഞ്ഞെങ്കിൽ ഫേസർ ഡയഗ്രാം ഒന്ന് വരച്ചു നോക്കിക്കേ കഴിഞ്ഞവര്. ഇത് എഴുതിക്കേണ്ടി വരച്ചാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് വരക്കാൻ പറ്റും. ആലോചിച്ച് വരച്ചാൽ മതി. ഇത് മറ്റേതെന്ന് പറഞ്ഞാൽ രണ്ടും സെയിം ഫേസ് ആയി. ഇവിടത്തെ കേസ് എന്ന് പറയുമ്പോഴത്തേക്കും കറന്റ് ഇപ്പൊ രണ്ടും ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ ഇത് വോൾട്ടേജ് ആണെങ്കിൽ കറന്റ് എന്ന് പറയുന്നത് 90 ഡിഗ്രി ബാക്കിലാണ്. മനസ്സിലായോ? 90 ഡിഗ്രി ബാക്കിൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും, ബാക്കിലേക്കാണ് ഇരിക്കുന്നത്. മനസ്സിലായോ? ഇത്ര എഴുതിക്കേണ്ടി ഞാൻ പറഞ്ഞുതരാം വരക്കണ എങ്ങനെയാണ്.
ഓക്കെ, കഴിഞ്ഞില്ലേ? ഇത്ര എഴുതിക്കോ, ഒരു നോട്ടായിട്ട് എഴുതിക്കോ. ഇൻ എ പ്യൂർലി ഇൻഡക്റ്റീവ് സർക്യൂട്ട് current lags behind EMF. In a purely inductive circuit, current lags behind EMF by phase pi by 2. Current lags behind EMF by phase pi by 2. Current lags behind EMF by phase pi by 2. ഇനി ഫേസർ ഡയഗ്രാം വരയ്ക്കുമ്പോൾ എങ്ങനെ വരും? അപ്പോ വോൾട്ടേജ്, കറന്റ് രണ്ടും സെയിം ഫേസ് ആയിരിക്കും. സെയിം ഫേസ് ആണെങ്കിൽ എനിക്ക് ഇവിടെ കൂടെ തന്നെ ലൈൻ വരച്ചു കൊടുക്കായിരുന്നു. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താ, കറന്റ് ബാക്കിലാണ്. അതായത് വോൾട്ടേജ് ഇവിടെ എത്തിയെങ്കിൽ റൊട്ടേറ്റിംഗ് വെക്ടേഴ്സ് ആയിട്ട് ഇമാജിൻ ചെയ്യുക. അപ്പൊ നോക്കിക്കേ, ഇത് റൊട്ടേറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുക. ഈ വോൾട്ടേജ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ എത്തി. അപ്പോഴും കറന്റ് എന്ന് പറയുന്നത് എന്താ, ലാഗ് ആന്നല്ലേ പറഞ്ഞത്? ലാഗ് മീൻസ് ബാക്കിലായിരിക്കും. അതായത് ഇവിടെ വോൾട്ടേജ് ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ കറന്റ് 90 ഡിഗ്രി എന്തിലായിരിക്കും? ലാഗ് ആയിരിക്കും. അപ്പൊ കറന്റ് എന്ന് പറയുമ്പോ ഇവിടെ വരും. വരച്ചു. പഠിച്ചോ? ഞാൻ വരക്കണ നോക്കണ്ട, വരച്ചോ. ബോർഡിൽ നോക്കാതെ വരച്ചു പോക്കോ. ലാഗ് എന്ന് പറയുമ്പോൾ ബാക്കിലായിരിക്കും. ലീഡ് ആണെങ്കിലായിരിക്കും അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ലാഗ് അതൊന്ന് ആ കണക്ഷൻ കിട്ടുമെങ്കിൽ കറക്റ്റ്. മറ്റേത് വോൾട്ടേജ്, കറന്റ് ലാഗ് ആണ്. ഇതും കൂടി വരച്ച് കാണിച്ചാൽ നല്ലതായിരിക്കും കേട്ടോ. ആ എഴുതിയും കൂടെ വെച്ചേക്കണേ, രണ്ട് ഇക്വേഷന്. റെസിസ്റ്ററിൽ എന്താണ് പഠിച്ചത്, ഇൻഡക്ടറിൽ എന്താണ് പഠിച്ചത്. ഇത് കഴിയുമ്പോ പറയാം. ഓക്കെ, കഴിഞ്ഞ മനസ്സിലായ? എന്നാ കപ്പാസിറ്റർ നിങ്ങൾ തന്നെ ചെയ്യൂ. ഞാൻ പറയാൻ നിൽക്ക് പോലെ. അതിനു മുമ്പ് നമുക്ക് ഒരു കാര്യം കൂടെ പഠിക്കാനുണ്ട്. ഇത്രയും കഴിഞ്ഞില്ലേ? ഇതടുത്ത ചെറിയ ചാപ്റ്റർ കുറച്ച് വലുതല്ല, എന്നാലും നമുക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടും. ചെറിയ ടോപ്പിക്സ് ആണ്. ഡെറിവേഷൻ ഇപ്പൊ നോക്കിയിരുന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ജ്യോതിസ് മാർക്ക് വാങ്ങിച്ചാൽ മതി എക്സാമിന്. ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു, അത് മറന്നു. ഓക്കെ, അടുത്തത് ഇതിൽ തന്നെ വരുന്ന സബ് ടോപ്പിക് ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കണേ. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതിയായിരുന്നു. I = V0/L sin ωt - π/2. അതിന് പകരം ഈ V0/L നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂഷനാ കൊടുത്തത്? I0 അല്ലെ? അപ്പൊ V0/L = I0 എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു. ഓക്കെ, ആ സബ്സ്റ്റിറ്റ്യൂഷൻ അറിയാലോ. അത് കഴിഞ്ഞിട്ട് അത് പറയാൻ വേണ്ടി നിർണ്ണയിച്ചത്. ഇനി ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ I0 ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക, L ഞാൻ മാറ്റുക.
V0/I0 ഈക്വൽ ടു L ഒമേഗ. ഓക്കെ, ഇതിനെ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതി. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ മനസ്സിലായല്ലോ അവിടെ കൊടുത്തത് V0/L ഒമേഗ ഈക്വൽ ടു I0. ഇവിടെ ഞാൻ I0നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. അതായത് V0/I0 എന്ന് പറയുമ്പോൾ എന്താ മീൻ ചെയ്യുക? R അല്ലെ, ഒരു റെസിസ്റ്റൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ കേസിൽ ഇതിന് നമ്മൾ പറയാം AC അപ്ലൈ ടു ആൻ ഇൻഡക്ടർ. AC സോഴ്സിലേക്ക് ഇൻഡക്ടർ കൊടുത്തിരിക്കുക. അപ്പൊ അതിലുള്ള ആ റെസിസ്റ്ററിനെ നമ്മൾ പറയുന്ന പേരാണ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. ഒരു റെസിസ്റ്റൻസ് മീൻസ് നമ്മൾ റിയാക്ടൻസ്, ഇൻഡക്റ്റീവ് റിയാക്ടൻസ് പറയുമെങ്കിലും നമ്മൾ അതിനെ ഉദ്ദേശിക്കുന്നത് എന്താ? റെസിസ്റ്റൻസ് തന്നെ. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് റെസിസ്റ്റൻസ്, ഒരു ഒപ്പോസിഷൻ, കറന്റിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു റെസിസ്റ്റൻസ് ആണ് നമ്മൾ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഉദ്ദേശിക്കുക. അപ്പൊ V0/I0 എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? റെസിസ്റ്റൻസ് ആണ്. അപ്പൊ ഇവിടെ ഈ റെസിസ്റ്റൻസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് XL എന്ന് പറഞ്ഞു. എന്താ? XL. അപ്പൊ XL എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. XL is equal to L ഒമേഗ. മറന്നു പോരുത്. അപ്പൊ ആദ്യം ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്താണെന്ന് എഴുതിക്കോ. അപ്പൊ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ എന്തിലേക്കാ വരുന്നത്? എന്താ പ്രശ്നം? നീ എന്താ ഭയങ്കര വണ്ടർ അടിച്ചിരിക്കണം? ഓ ഓക്കെ, പോലെ ഞാൻ സബ് ടോപ്പിക് ആണെന്ന് പറയാം. അപ്പൊ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്താന്ന് എഴുതിക്കോ. ഇറ്റ് ഈസ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ്. It is the effective resistance. It is the effective resistance or opposition. It is the effective resistance or opposition offered by the inductor to the flow of current. Offered by the inductor to effective resistance. ഒരു type of resistance നെ തന്നെയാണ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് പറയാ. It is the effective resistance or opposition offered by the inductor to the flow of current. Offered by the inductor to the flow of current. അതിൽ കൊടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെ നമ്മൾ എടുത്ത് എഴുതി. V0/L ഒമേഗ ഈക്വൽ ടു I0. അതിൽ നിന്ന് നമ്മൾ I0നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നത്, റെസിസ്റ്റൻസ് ആക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. V0/I0 ഈക്വൽ ടു L ഒമേഗ. അപ്പൊ നമുക്ക് ഈ V0/I0നെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. ഇൻഡക്റ്റീവ് റിയാക്ടൻസിനെ XL എന്നാ പറയാ. V0/I0 ഈക്വൽ ടു L ഒമേഗ. അതിന് നമ്മൾ XL ഈക്വൽ ടു L ഒമേഗ. ഇനി ഇത് മറന്നു പോരുത്. ഇൻഡക്റ്റീവ് റിയാക്ടൻസിന്റെ ഇക്വേഷൻ എന്താ? XL ഈക്വൽ ടു L ഒമേഗ. ഇനി നമുക്ക് ഒമേഗക്ക് വേണമെങ്കിൽ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഒമേഗ നമ്മൾ എന്താ പഠിച്ചേക്കണേ? ഒമേഗ ഈക്വൽ ടു 2π/T നമ്മൾ പഠിച്ചിട്ടില്ലേ? അതിൽ 2π/T ഒമേഗ നമ്മൾ പഠിച്ചേക്കുന്ന ഒമേഗ ഈക്വൽ ടു 2π/T. 1/T എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രീക്വൻസി. അപ്പൊ നമുക്ക് ഒമേഗക്ക് എന്തെന്ന് കൊടുക്കാം? 2πf എന്ന് കൊടുത്തൂടെ? അല്ലെ? ഇതാണ് ഒരു ഇക്വേഷൻ. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്താന്ന് ഞാൻ പെട്ടെന്ന് അടുത്ത ക്ലാസ്സിൽ ചോദിച്ചുകൊണ്ടിരിക്കട്ടെ. നമുക്ക് ഇനി ത്രൂ ഔട്ട് ഫുൾ ചാപ്റ്റർ വേണ്ടതാണ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. സാധാരണ റെസിസ്റ്റൻസ് എന്താ പറയാ? നമ്മൾ AC അപ്ലൈ ടു എ റെസിസ്റ്റർ. അതിലെ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ജനറലി പഠിച്ചത് തന്നെ മതി. V is equal to IR. അതിൽ നിന്ന് നമ്മൾ R ന്റെ ഇക്വേഷൻ V/I. പക്ഷെ ഈ കേസിൽ വരുമ്പോഴത്തേക്കും എങ്ങനെയാകും? XL ഈക്വൽ ടു L ഒമേഗ. മനസ്സിലാവുന്നുണ്ടോ? XL ഈക്വൽ ടു L ഒമേഗ. ഇനി നമുക്ക് ഒമേഗക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ XL ഈക്വൽ ടു L ഇൻറ്റു ഒമേഗക്ക് നമുക്ക് എങ്ങനെ കൊടുക്കാം? 2πf. അതായത് അപ്പൊ എന്താ മീൻ ചെയ്യുന്നത്? XL എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. മനസ്സിലായ? അപ്പൊ ഗ്രാഫ് എങ്ങനെ വരും? ഇൻഡക്റ്റീവ് റിയാക്ടൻസും ഫ്രീക്വൻസിയും തമ്മിലുള്ള ഗ്രാഫ് എങ്ങനെ വരും? ഇങ്ങനെ വരും. ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു. ഇക്വേഷൻ ഒക്കെ ജസ്റ്റ് നോക്കി വെച്ചേക്കുക. XL ഈക്വൽ ടു L ഇൻറ്റു 2πf. ദാറ്റ് മീൻസ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. എഴുതിയാ ഇത്രേ? വേഗം എഴുതിക്കോ. ഞാൻ ഇനി ചോദിച്ചോണ്ടിരിക്കോട്ടെ. ഇൻഡക്റ്റീവ് റിയാക്ടൻസിന്റെ ഇക്വേഷൻ എന്താ? XL ഈക്വൽ ടു L ഒമേഗ. റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ഓഫ് വോൾട്ടേജ് ഇക്വേഷൻ എന്താ അഭിനവേ? പറഞ്ഞേ. റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ഓഫ് വോൾട്ടേജ് V0/√2. വിഘ്നേഷ്, ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് കറന്റിന്റെ ഇക്വേഷൻ എന്താ? I0 sin ഒമേഗ t. ഓക്കെ, ഇവിടെ വരെ എഴുതിയ വേഗം. ഇനി അടുത്തത് AC അപ്ലൈ ടു എ കപ്പാസിറ്റർ. ഇതുപോലെ തന്നെ ചെയ്യാനാ. AC അപ്ലൈ ടു എ കപ്പാസിറ്റർ. എന്തോ ഏത്? അത് ഞാൻ പറഞ്ഞില്ലേ, XL is directly proportional. ഇതൊക്കെ ഗ്രാഫിൽ ചോദിക്കും. ഇതൊക്കെ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്നത്. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. അപ്പൊ ഗ്രാഫ് എങ്ങനെ പോകും? ഇങ്ങനെയല്ലേ പോകുള്ളൂ, സ്ട്രൈറ്റ് ലൈൻ ആയിട്ടല്ലേ പോകുള്ളൂ. ഇനി അടുത്ത AC അപ്ലൈ ടു എ കപ്പാസിറ്റർ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ ചെയ്യാൻ പറ്റുമോന്ന്. XL ജസ്റ്റ് ഷേപ്പ് കാണിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. കുഴപ്പമില്ല.
എക്സ് ആക്സിസ് ഇല്ല, ഇതിങ്ങനെ തന്നെയാണ്. ഓക്കെ, അടുത്തത് എ സി അപ്ലൈ ടു എ കപ്പാസിറ്റർ. ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്തേ കിട്ടുമെന്ന്. ഓക്കെ, എ സി അപ്ലൈ ടു എ, ശ്രദ്ധിക്കുക, എ സി അപ്ലൈ ടു എ കപ്പാസിറ്റർ. അപ്പൊ എങ്ങനെയായിരിക്കും വരിക? നേരത്തെ പറഞ്ഞ രീതിയിൽ ആ സെയിം സ്റ്റെപ്സ് ഒന്ന് പറഞ്ഞു നോക്കിയേ. എങ്ങനെയായിരിക്കും വരിക? ഡയഗ്രാം എങ്ങനെയായിരിക്കും വരിക? ഒരു കപ്പാസിറ്റീവ് സർക്യൂട്ടിലേക്ക് നമ്മൾ എന്ത് കൊടുത്തു? എ സി കൊടുത്തു, കപ്പാസിറ്റൻസ് സി, പിന്നെ കറന്റ് ഐ, വി. വി ഇസ് ഈക്വൽ ടു എന്താ വരിക? ഇക്വേഷൻ സ്റ്റാർട്ട് ചെയ്തോ, പറഞ്ഞോ. വി ഇസ് ഈക്വൽ ടു V0 സൈൻ ഒമേഗ ടി. ഇനി ശ്രദ്ധിക്കുക, കപ്പാസിറ്റീവ് സർക്യൂട്ട് ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ എന്താ? സി ഇസ് ഈക്വൽ ടു ക്യൂ ബൈ വി. അതിൽ നമുക്ക് ചാർജ് നമുക്ക് വേണ്ടത് എന്തിലേക്കാണ് നമുക്ക് ഇതിനെ കൊണ്ടുപോകേണ്ടത്? ഇനി വി ഇസ് ഈക്വൽ ടു V0 സൈൻ ഒമേഗ ടി. ഇതാണ് വോൾട്ടേജിന്റെ ഇക്വേഷൻ എന്ന് പറയാം, ഇക്വേഷൻ നമ്പർ 1. ഇനി നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് എന്തിലേക്കാ കൊണ്ടുപോകേണ്ട? ആരെ കൂടി കിട്ടിയാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ സെയിം ഫേസ് ആണോ എങ്ങനെയാന്ന്. കറന്റ് നമുക്ക് വേണം അല്ലെ? അപ്പൊ ആലോചിക്കുക, നേരത്തെ നമുക്ക് ഇൻഡക്ടർ ആയിരുന്നു. അപ്പൊ നമ്മൾ ആലോചിച്ചു, ഇൻഡക്ടറിന് നമുക്ക് ഇ എം എഫ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇ ഇസ് ഈക്വൽ ടു എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി നമ്മൾ പറഞ്ഞു. ഇവിടെ നമുക്ക് ഇനി വേണ്ടത് കറന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് ആരെയാ വേണ്ട? കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ നമുക്കറിയാം, സി ഇസ് ഈക്വൽ ടു ക്യൂ ബൈ വി ആണ് അല്ലെ? അപ്പൊ എനിക്ക് ക്യൂ ഇസ് ഈക്വൽ ടു സി വി ഇങ്ങനെ എടുത്തിട്ട് ഇതിനെ എനിക്ക് റേറ്റ് ഓഫ് ചേഞ്ച് ഡി ബൈ ഡി ടി എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? കറന്റ് കിട്ടില്ലേ? നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. നമുക്ക് കറന്റ് അല്ലേ വേണ്ടത്. അപ്പൊ ഈ കപ്പാസിറ്റൻസിന്റെ, ഈ ചാർജിന്റെ ഇക്വേഷൻ, കപ്പാസിറ്റൻസ് സി ഇസ് ഈക്വൽ ടു ക്യൂ ബൈ വി ആണ്. ഇവിടെ നിന്ന് ഞാൻ ക്യൂ ഇസ് ഈക്വൽ ടു സി വി എന്ന് എഴുതി. ഇതിനെ എനിക്ക് ജസ്റ്റ് റേറ്റ് ഓഫ് ചേഞ്ച് എടുത്താൽ മതി. നേരത്തെ നമ്മൾ എന്താ ചെയ്തത്? കഴിഞ്ഞതിൽ നമ്മൾ എങ്ങനെയാ ചെയ്തത്? ഇന്റഗ്രേഷൻ ആണ് ചെയ്തത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. റേറ്റ് ഓഫ് ചേഞ്ച് എടുക്കുക, റേറ്റ് ഓഫ് ചേഞ്ച് എടുക്കുക, രണ്ടിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുക, രണ്ട് സൈഡും ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു ടി. അപ്പൊ എങ്ങനെ വരും? ഡി ക്യൂ ബൈ ഡി ടി ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് സി വി. രണ്ട് സൈഡും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? രണ്ട് സൈഡും ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡിഫറൻഷിയേറ്റിംഗ് ബോത്ത് സൈഡ് വിത്ത് റെസ്പെക്ട് ടു ടി. ആ സ്റ്റെപ്പ് ഒന്ന് എഴുതി വെച്ചേക്കും. Differentiating both sides with respect to t. അപ്പൊ എന്ത് ചെയ്യാം? ഡി ക്യൂ ബൈ ഡി ടി ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് സി വി. പറഞ്ഞ ഇനി ഡി ക്യൂ ബൈ ഡി ടി എടുത്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? I is equal to d by dt of c into v യുടെ വാല്യൂ എന്താ? v equal to V0 sin omega t. ഇനി എനിക്ക് കോൺസ്റ്റന്റ് ആക്കി ആരെയൊക്കെ ബാക്കി പുറത്തേക്ക് എടുക്കാം? സിയും V0 ഞാൻ പുറത്തേക്ക് എടുത്തു. ബാക്കിയുള്ളത് d by dt of sin omega t. What is the value of sin omega t? മൈനസാ. ഇന്റഗ്രേഷനിൽ പറയേണ്ട മൈനസ് പറഞ്ഞില്ല, ഇവിടെ ആവശ്യമില്ലാതെ പറയുകയും ചെയ്യുന്നുണ്ട്. I is equal to CV naught omega into cos omega t. Okay, എഴുതിക്കോ. അത്ര എഴുതട്ടെ, അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞുതരാം. ഇനി ഇതൂടെ ശ്രദ്ധിച്ചോ, ഇതൂടെ കഴിഞ്ഞിട്ട് നമുക്ക് എഴുതാം. കോസോമേഗറ്റിനെ നമ്മൾ മൈനസ് കോസോമേഗറ്റിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്ത്? സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ ടു എന്ന് റെപ്രസെന്റ് ചെയ്ത്. അപ്പൊ കോസോമേഗറ്റിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? കോസോമേഗ ടി ഈക്വൽ ടു സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ ടു. അപ്പൊ ഐ ഇസ് ഈക്വൽ ടു സി വി നോട്ട് ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ ടു. അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഇവിടെ എന്താ ഈ കേസിൽ കറന്റ് ലാഗിങ് ആണോ ലീഡിങ് ആണോ? ലീഡിങ് ആണ്.
ഇനി അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇക്വേഷൻ കിട്ടി, ഇതിന് പകരം നമുക്ക് എന്തെന്ന് കൊടുക്കാം? അതിന് പകരം നേരത്തെ നമ്മൾ എന്താ റെപ്രസെന്റ് ചെയ്ത V0/L omega ഈക്വൽ ടു I0 എന്ന് കൊടുത്ത്. ഇവിടെ നമുക്ക് അപ്പൊ എന്ത് കൊടുക്കാം? CV0 omega ഈക്വൽ ടു I0 എന്ന് കൊടുക്കാം. അപ്പൊ എങ്ങനെ ഒരു ഇക്വേഷൻ? I is equal to I0 sin omega t plus pi/2. ഓക്കെ, അപ്പൊ എ സി അപ്ലൈ ടു എ കപ്പാസിറ്റർ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ കേസിൽ വോൾട്ടേജ് എന്ന് പറയുന്നത് V is equal to V0 sin omega t ആണ്. ആൻഡ് കറന്റ് I is equal to I0 sin omega t plus pi/2. ഓക്കെ, ഇത് രണ്ടും എഴുതി വെക്കുക. അത്ര എഴുതണേ. ഇവിടം വരെ എഴുതിയാ? ഇല്ല, എഴുതി കഴിഞ്ഞാ? ഓക്കെ, എഴുതി കഴിഞ്ഞ എല്ലാരും കഴിഞ്ഞെങ്കിൽ എഴുതിക്കോ. ഇൻ എ പ്യൂർലി കപ്പാസിറ്റീവ് സർക്യൂട്ട്, in a purely capacitive circuit, current is leading by phase pi/2. Current is leading by phase pi/2. Current is leading by phase pi/2. ഓക്കെ, അതിന്റെ ഫേസർ ഡയഗ്രാം ഒന്ന് വരക്കാൻ പറ്റുമോ എന്ന് ജസ്റ്റ് ട്രൈ ചെയ്തേ. അതായത് വോൾട്ടേജ് നമ്മൾ ആദ്യം വരച്ചില്ലേ, അതേ പൊസിഷനിൽ തന്നെ വോൾട്ടേജിനെ നിർത്തുക. സെയിം ഫേസ് ആണെങ്കിൽ രണ്ടും ഒരുപോലെ വരക്കുക. ലീഡിങ് ആണെങ്കിൽ എപ്പോ എങ്ങോട്ട് വരും? കറക്റ്റാ, വരച്ചോ. ഓക്കെ, അല്ല നീ അല്ല, ഇവൻ പറഞ്ഞത് കറക്റ്റാന്ന് ഉദ്ദേശിച്ചത്. ലാഗിങ് ആണെങ്കിൽ ബാക്കിൽ വരും. വരച്ചു തുടങ്ങുമ്പോ അപ്പൊ ഇതേ രീതിയിൽ തന്നെ വരച്ചു തുടങ്ങുക ഫേസർ ഡയഗ്രാം. വോൾട്ടേജ് അങ്ങനെ തന്നെ നിൽക്കുന്നു, വേറെ വ്യത്യാസമൊന്നും ഇല്ല. കറന്റ് ലാഗിങ് ആണെങ്കിൽ എവിടെ വരും? ബാക്കിലായിരിക്കും. റൊട്ടേറ്റ് ചെയ്ത് വോൾട്ടേജ് എത്തിയിട്ടും കറന്റ് എത്തുന്നില്ല. പക്ഷെ ലീഡിങ് എന്ന് പറയുമ്പോ എവിടെ വരും? അപ്പൊ മുമ്പിൽ വരും. ഇനി ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഒന്ന് വരച്ചേ. നാളെ ഒന്ന് വരച്ചു തുടങ്ങും, അത്രേ ഉള്ളൂ. ബാക്കി രസം വോൾട്ടേജ് അങ്ങനെ തന്നെ. വോൾട്ടേജാ പറഞ്ഞ, വോൾട്ടേജ് നമ്മൾ അങ്ങനെ തന്നെ നിർത്തുക എല്ലായിടത്തും. വോൾട്ടേജ് കണ്ട നമ്മൾ കൊടുക്കുന്ന സെയിം തന്നെയല്ലേ എല്ലായിടത്തും, V0 sin omega t. അപ്പൊ വോൾട്ടേജ് അങ്ങനെ തന്നെ നിർത്തുക. ആരെ മാത്രം ചേഞ്ച് ചെയ്ത് കൊടുക്കുക? കറന്റിനെ മാത്രം ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ എ സി അപ്ലൈ ടു ഇൻഡക്ടർ പഠിച്ചിട്ട് നമ്മൾ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്ന റിയാക്ടൻസ് എന്തായിരിക്കും? മറ്റേത് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആണെങ്കിൽ ഇവിടെ വരുന്ന റിയാക്ടൻസ് എന്തായിരിക്കും? കപ്പാസിറ്റീവ് റിയാക്ടൻസ്. അപ്പൊ കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് ഹെഡിങ് കൊടുത്തു. കപ്പാസിറ്റീവ് റിയാക്ടൻസ്. പയ്യെ എഴുതിയാൽ മതി. ഞാനത് കപ്പാസിറ്റീവ് റിയാക്ടൻസ് എഴുതാനുള്ളവർ എഴുതി പോയിക്കോ എങ്ങനെയാ വരുന്നതെന്ന്. എഴുതിക്കോ, എഴുതി കപ്പാസിറ്റി അത്ര എഴുതി കഴിഞ്ഞിട്ട് കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് ഹെഡിങ്, അതിന്റെ തന്നെ സബ് ടോപ്പിക് ആയിട്ട് പഠിച്ചു പോയാൽ മതി. കപ്പാസിറ്റീവ് റിയാക്ടൻസ്. Capacitive reactance, it is the opposition
ഒപ്പോസിഷൻ ഓർ റെസിസ്റ്റൻസ് കേട്ടോ. വിവേക് എത്തിയിട്ടില്ലേ? നാം കൂടെ വരട്ടെ എന്നിട്ട് എഴുതാം. It is the opposition or resistance offered by the capacitor. It is the opposition or resistance offered by the capacitor to the flow of current. Offered by the capacitor to the flow of current. Capacitor to the flow of current. ഓക്കെ, കപ്പാസിറ്റീവ് റിയാക്ടൻസിൽ അവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത എങ്ങനെയാ? സി വി നോട്ട് ഒമേഗ ഈക്വൽ ടു എന്തെന്നും പറഞ്ഞാൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തേ ഐ ആണ്, ഐ നോട്ട്. ഇപ്പൊ ഇവിടെ നമ്മൾ എന്തിലേക്കാ കൊണ്ടുവരേണ്ട? റെസിസ്റ്റൻസ് ആക്കുക. അപ്പൊ വി നോട്ട് ബൈ ഐ നോട്ട് ഈക്വൽ ടു 1 ബൈ സി ഒമേഗ. ഓക്കെ, വി നോട്ട് ബൈ ഐ നോട്ട് ഈക്വൽ ടു 1 ബൈ സി ഒമേഗ. വി നോട്ട് ബൈ ഐ നോട്ട് എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? റെസിസ്റ്റൻസ്. അപ്പൊ ഇവിടുത്തെ റെസിസ്റ്റൻസ് നമ്മൾ പറയുന്ന പേരാണ് കപ്പാസിറ്റീവ് റിയാക്ടൻസ്. കപ്പാസിറ്റീവ് ഇൻഡക്റ്റീവ് റിയാക്ടൻസിനെ നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ റെപ്രസെന്റ് ചെയ്തത് എക്സ് എൽ ആയിരുന്നു. അപ്പൊ കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എക്സ് സി. എക്സ് സി ഈക്വൽ ടു 1 ബൈ സി ഒമേഗ. ഒമേഗ എന്താണെന്ന് നമ്മൾ പറഞ്ഞത്? ഒമേഗ ഈക്വൽ ടു 2 പൈ എഫ്. അപ്പൊ എക്സ് സി ഈക്വൽ ടു 1 ബൈ സി ഇൻറ്റു 2 പൈ എഫ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണോ? അല്ല, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. എക്സ് സി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. അപ്പൊ ഗ്രാഫ് എങ്ങനെ വരും? എങ്ങനെ വരും? എഴുതിക്കും. വേഗം വന്നോട്ടാ, അടുത്ത ടോപ്പിക് എടുക്കുമ്പോ വന്നതാണ്.
ഇത്രയും പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം, അങ്ങനെ നമുക്ക് അടുത്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇത്രയും കാര്യങ്ങൾ മതി. ഇത്രയും കാര്യങ്ങൾ ബേസ് ആയിട്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ചാപ്റ്ററിന് വലിയ കുഴപ്പമുണ്ടാകുന്നില്ല, ഈസി ആയിട്ട് പോകും. നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ഫസ്റ്റ് വൺ നമ്മൾ എന്താ പഠിച്ചത്? AC അപ്ലൈ ടു എ റെസിസ്റ്റർ. റെസിസ്റ്ററിന് നമ്മൾ ഇക്വേഷൻ പഠിച്ചത് എന്താ? വിയും ഐയും എന്താണെന്ന് നമ്മൾ പഠിച്ചത്? സെയിം ഫേസ് ആണ് നമ്മൾ പഠിച്ചു. അവിടുത്തെ റെസിസ്റ്ററിന്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? വോൾട്ടേജിന്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? V is equal to IR. ജനറലി നമ്മൾ അങ്ങനെ എഴുതി. അവിടുത്തെ റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്ത് വെച്ചാൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം? R വെച്ചാൽ നമുക്ക് കൊടുക്കാം അവിടെ ഉണ്ടാവുന്നത്. ഇനി AC അപ്ലൈ ടു ആൻ ഇൻഡക്ടർ. ഇൻഡക്ടറിന്റെ കേസിൽ നമ്മൾ പഠിച്ചു. എന്താ പഠിച്ചത്? AC അപ്ലൈ ടു ആൻ ഇൻഡക്ടർ എന്താണ് പറഞ്ഞത്? അതല്ല ഞാൻ ഉദ്ദേശിച്ച ഇക്വേഷൻ. എന്താണ് അവിടെ സംഭവിച്ചത്? AC അപ്ലൈ ടു ആൻ ഇൻഡക്ടർ സർക്യൂട്ടിലേക്ക് AC കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ് അവിടെ സംഭവിച്ചത്? കറന്റ് ലാഗ് ആയി. കറന്റ് ലാഗ്സ് ബിഹൈൻഡ് EMF ബൈ ഫേസ് പൈ ബൈ 2. അവിടുത്തെ വോൾട്ടേജിനെ നമുക്ക് ജനറലി എങ്ങനെ എഴുതാം? I ഇൻറ്റു അവിടുത്തെ റെസിസ്റ്ററിനെ നമ്മൾ എന്താ പറയാ? എന്ത് റെസിസ്റ്റൻസ്? റെസിസ്റ്റൻസ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് പറയാം. അതിന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ഏതാ? XL. ഓക്കെ. ഇനി ഞാൻ ജസ്റ്റ് വോൾട്ടേജ് എല്ലാം ജസ്റ്റ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഇനി അടുത്തത് ലാസ്റ്റ് കേസ് നമ്മൾ പഠിച്ചു AC അപ്ലൈ ടു എ കപ്പാസിറ്റർ അല്ലെ? കപ്പാസിറ്ററിൽ എന്താ സംഭവിച്ച? കറന്റ് ലാഗിംഗ് ആണോ ലീഡിംഗ് ആണോ? കറന്റ് ലീഡിംഗ് അല്ലെ? കറന്റ് ലീഡിംഗ് ആണ് ബൈ ഫേസ് പൈ ബൈ 2. അവിടുത്തെ വോൾട്ടേജിന്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ ഇടാം? I ഇൻറ്റു അവിടുത്തെ റെസിസ്റ്ററിന്റെ ഇക്വേഷൻ എന്താ വരിക? XC. XC എന്ന് പറഞ്ഞാൽ എന്താ? 1/C ഒമേഗ. ഇതാണ് നമ്മൾ വോൾട്ടേജിന്റെ കേസിൽ പഠിച്ചത്. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചാൽ മാത്രം മതി. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് AC അപ്ലൈ ടു എ സീരീസ് LCR സർക്യൂട്ട്. അത് കഴിഞ്ഞിട്ട് LR ഒക്കെ പഠിക്കാം. AC LR ഇല്ലേ? ഇല്ല. AC അപ്ലൈ ടു എ സീരീസ് LCR സർക്യൂട്ട്. ഇത് സിമ്പിളാ. ഇത് നോക്കിയാൽ മതി. ജസ്റ്റ് നോക്കിക്കേ. ഇവിടെ ഇത് ആരൊക്കെ വരുന്നുണ്ട്? നേരത്തെ നമ്മൾ L സെപ്പറേറ്റ് പഠിച്ചു, C സെപ്പറേറ്റ് പഠിച്ചു, R സെപ്പറേറ്റ് പഠിച്ചു. ഇവിടെ LCR 3 പേര് വരുന്നു ഈ സർക്യൂട്ടിൽ. അപ്പൊ ശ്രദ്ധിക്കുക, സംസാരിക്കല്ലേ. AC അപ്ലൈ ടു എ സീരീസ് LCR സർക്യൂട്ട്. അപ്പൊ ഡയഗ്രത്തിൽ ആരൊക്കെ വരും? ഇവിടെ 3 പേര് വരും. L വരും, C വരും, R വരും. ഓക്കെ. ഇനി ഇപ്പൊ നമ്മൾ പറഞ്ഞേക്കുന്നത് ഇൻഡക്ടർ AC. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? AC അപ്ലൈ ടു എ സീരീസ് LCR ഇൻഡക്ടൻസ്. ഇൻഡക്ടൻസ് L, കപ്പാസിറ്റൻസിന് നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? C R. ഓക്കെ. LCR സർക്യൂട്ടിലേക്ക് നമ്മൾ AC കൊടുത്തു. അപ്പൊ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇനി നോക്കിയാൽ 3 കൂടെ വന്നേളൂ. നേരത്തെ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് പഠിച്ചോളൂ. ഇനി നമുക്ക് അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഇതിപ്പോ നമ്മൾ സീരീസ് അല്ലേ? തേർഡ് ചാപ്റ്ററിലേക്ക് ഒന്ന് വരും. സീരീസ് കണക്ഷൻ എന്ന് പറയുമ്പോ ഇവിടെ എന്തായിരിക്കും സെയിം ആയിട്ട് വരിക? കറന്റിന്റെ വാല്യൂ സെയിം ആയിരിക്കോ ഡിഫറെന്റ് ആയിരിക്കോ? സീരീസ് കണക്ഷൻ ആകുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു തന്നു, സീരീസ് കണക്ഷൻ ആണെങ്കിൽ I സെയിമും ഒന്നെങ്കിൽ I സെയിം ആയിരിക്കും, അല്ലെങ്കിൽ V ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെ അല്ലെങ്കിൽ I ഡിഫറെന്റ് ആയിരിക്കും, V സെയിം ആയിരിക്കും. സീരീസും പാരലും തമ്മിലുള്ള ഡിഫറൻസ് അതാണ് തന്നെ നമ്മൾ പഠിച്ചത്. അപ്പൊ സീരീസ് കണക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്ന കറന്റ് എല്ലാവർക്കും സെയിം ആയിരിക്കും കിട്ടുന്നത്. ശരി, I സെയിം ആയിട്ട് വരും. പിന്നെ ആരായിരിക്കും ഇവിടെ ഡിഫറെന്റ് ആവുന്നത്? വോൾട്ടേജ് ആയിരിക്കും ഡിഫറെന്റ് ആവുന്നത്. അപ്പൊ നമുക്ക് നെറ്റ് ആരുടെ നെറ്റ് എടുക്കേണ്ടത്? വോൾട്ടേജ്. നെറ്റ് വോൾട്ടേജ് ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നെറ്റ് വോൾട്ടേജ് V is equal to ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എടുക്കാം? വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടൻസ് പ്ലസ് വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റൻസ് പ്ലസ് വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റൻസ്. ഓക്കെ. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഞാനിപ്പോ നേരത്തെ പറഞ്ഞതിന്റെ ബേസിൽ ഒന്ന് എഴുതാനാണേ. അപ്പൊ V is equal to നമുക്ക് വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടൻസ് നമുക്ക് എങ്ങനെ എഴുതാം? വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടൻസ് നമുക്ക് ഈ ചാപ്റ്ററിൽ പറഞ്ഞ കണക്ഷൻ ഇല്ലാതെ ഞാൻ പറയുന്നത്. ഈ ചാപ്റ്ററിൽ പറഞ്ഞതിന്റെ ബേസിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടൻസ്, വോൾട്ടേജ് എന്ന് പറയുന്നത് IR ആണ്, ഇവിടുത്തെ റെസിസ്റ്റർ എന്ന് പറയുന്നത് എന്താ? XL. അങ്ങനെ നമുക്ക് എഴുതാം. അത് അവിടെ നിൽക്കട്ടെ. അതിന് മുമ്പ് തന്നെ നമുക്ക് നേരത്തെ പഠിച്ചതിന്റെ ബേസിൽ LdI/dt എന്ന് എഴുതാം. പ്ലസ് വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റൻസ് V is equal to എങ്ങനെ വരും? അപ്പൊ Q/C പ്ലസ് വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റൻസ് എന്ത് വരും? IR. അത്രയല്ലേ വരുള്ളൂ. ജനറലി IR നമുക്ക് എഴുതും. ഇനി ഇതാണ് നമുക്ക് ജനറലി നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ ഒക്കെ പഠിച്ചതിന്റെ ബേസിൽ എഴുതും. ഇനി ഈ ചാപ്റ്ററിന്റെ ബേസിൽ നമുക്ക് എഴുതാം വോൾട്ടേജ്, ടോട്ടൽ വോൾട്ടേജ്, വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടൻസ് എന്ത് വരും? വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ജനറലി V is equal to IR ആണ്. അപ്പൊ ഞാൻ I അങ്ങനെ തന്നെ എഴുതി. ഇവിടുത്തെ റെസിസ്റ്റൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഇൻഡക്റ്റീവ് റിയാക്ടൻസ് അല്ലേ ഇപ്പൊ നമ്മൾ പഠിച്ചത്? ഇവിടുത്തെ റെസിസ്റ്റൻസ് എന്താ? ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. ഇൻഡക്റ്റീവ് റിയാക്ടൻസിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? IXL. അങ്ങനെ റെപ്രസെന്റ് ചെയ്തൂടെ?
ഓക്കെ, അപ്പൊ ഐ എക്സ് എൽ എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? ഐ ഇൻറ്റു എക്സ് എല്ലിന്റെ പ്ലേസിൽ നമുക്ക് എന്ത് കൊടുക്കാം? എൽ ഒമേഗ എന്ന് കൊടുക്കാം അല്ലെ? അങ്ങനെ നമുക്ക് എഴുതാം. ഇനി അതുപോലെ അടുത്തത്, അപ്പൊ ഐ എക്സ് എൽ ഐ പ്ലസ് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഐ ഇൻറ്റു എക്സ് എന്ന് കൊടുക്കാം പ്ലസ് ഇവിടെ നമുക്ക് എങ്ങനെ കൊടുക്കാം? ഐ ആർ എന്ന് കൊടുക്കാം. ഇത്രയും എഴുതാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ജസ്റ്റ് അങ്ങനെ എഴുതി. ഇനി നമ്മളൊരു ഡയഗ്രാം ആണ് വരക്കാൻ പോകുന്നത്, അതൊന്ന് ശ്രദ്ധിക്കുക. ഇതാണ് വി ആർ, വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ എന്ന് പറയാ. ഇതാണ് വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടൻസ് എന്ന് പറയാ. ഇതാണ് വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റൻസ് എന്ന് പറയാം. ഓക്കെ, ഇവിടെ നിന്ന് ഞാനൊരു വോൾട്ടേജ് കൺസിഡർ ചെയ്യാനാണ്. ഓക്കെ, ഇതാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് കണ്ടുപിടിക്കേണ്ടത് പറയാം. ഈ ഒരു കേസിൽ, ഇപ്പൊ ഞാൻ വരച്ച കേസില് വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടൻസ് ഇസ് ഗ്രേറ്റർ ദാൻ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റൻസ്. അങ്ങനെയാണെങ്കിൽ ഇത് തമ്മിലുള്ള നെറ്റ് രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കിടക്കുന്നത്. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ നമ്മൾ നെറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ ചെയ്യുക? സെയിം ഡയറക്ഷനിലാണെങ്കിൽ നെറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കിടക്കുന്നത് വിചാരിക്കാം. അപ്പൊ എന്നെ സബ്ട്രാക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? വി എൽ ആണ് ഗ്രേറ്റർ എങ്കിൽ വി എൽ മൈനസ് വി സി കൊടുക്കാം. ഈ പോർഷൻ വി എൽ മൈനസ് വി സി ആണെങ്കിൽ ഇത് എന്ത് തന്നെ ആയിരിക്കും? വി എൽ മൈനസ് വി സി. ഇതെന്ന് പറയുന്നത് വി ആർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ ചെയ്യാം? പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും വി ഇസ് ഈക്വൽ ടു, ഈ കേസ് ഇതിവിടെ നിൽക്കട്ടെ, ഇവിടെ ഞാൻ പറയുന്നേ ഉള്ളൂ, വി ഇസ് ഈക്വൽ ടു. അപ്പൊ ഡയഗ്രത്തിന്റെ ബേസിലാണ് നമ്മൾ ഇനി പറഞ്ഞു പോകുന്നത്. വി ഇസ് ഈക്വൽ ടു എങ്ങനെ വരും? റൂട്ട് ഓഫ് പറഞ്ഞോ വി ആർ സ്ക്വയർ പ്ലസ് വി എൽ മൈനസ് വി സി ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. വി എൽ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാലോ? ഐ എക്സ് എൽ. വി സി എന്ന് പറയുന്നത് എന്താ? ഐ എക്സ് സി. വി ആർ എന്ന് പറയുന്നത് എന്താ? ഐ ആർ. ഇനി നമുക്ക് വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരുന്നത്? വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വി ആർ സ്ക്വയർ. വാല്യൂ പറഞ്ഞു, വി ആർ സ്ക്വയർ എന്താ വാല്യൂ? വി ആർ എന്ന് പറയുന്നത് എന്താ? വി ആർ എന്താ നോക്കി പറ? ഐ ആർ. അപ്പൊ എന്ത് വരും? ഐ സ്ക്വയർ ആർ സ്ക്വയർ പ്ലസ് അടുത്തത് വി എൽ. വി എൽ എന്താ? ഐ എക്സ് എൽ. ഐ എക്സ് എൽ ദ ഹോൾ സ്ക്വയർ മൈനസ് വി സി എന്താ? വി സി എന്ന് പറയുന്നത് എന്താ? വേറെ ആരുമില്ലേ? സാറ മാത്രം പറയാനുള്ള. വി സി എന്ന് പറയുന്നത് എന്താ? അപ്പൊ സാറുണ്ടല്ലോ. വി സി എന്ന് പറയുന്നത് എന്താ? ഐ എക്സ് സി ദ ഹോൾ സ്ക്വയർ. അപ്പൊ വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഐ സ്ക്വയർ ആർ സ്ക്വയർ പ്ലസ് ഐന് ഔട്ട് സൈഡ് എടുക്കുന്നതാണ് ഐ സ്ക്വയർ ഇൻറ്റു എക്സ് എൽ മൈനസ് എക്സ് സി ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇനി ഞാൻ ഈ ഐനെ ഞാൻ പുറത്തേക്ക് കൊണ്ടുവരുവാണ്. റൂട്ടിന് പുറത്തേക്ക് കൊണ്ടുവന്ന് വി ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് സി ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇനി ഈ ഐനെ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. വി ബൈ ഐ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് സി ദ ഹോൾ സ്ക്വയർ. ഈ വി ബൈ ഐ എന്ന് പറയുന്നത് എന്താ? റെസിസ്റ്റൻസ്. അപ്പൊ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ഏത് സർക്യൂട്ടാ? എൽ സി ആർ സർക്യൂട്ട്. അപ്പൊ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ എൽ സി ആർ സർക്യൂട്ട് ഈസ് കോൾഡ് ഇംപീഡൻസ്. എന്താ പറയാ? ഇംപീഡൻസ്. അതിന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ഇസെഡ് ആണ്. ഇസെഡ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, ഇവിടെ വരെ എഴുതും കേട്ടോ, നമുക്ക് പറയാം. മെറ്റീരിയലിൽ നോട്ട് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു പോകുന്നത്. ഇവിടെ വരെ എഴുതാം കേട്ടോ, നമുക്ക് പറയാം. ഇത് ഫേസർ ഡയഗ്രാം കൊടുക്കണോട്ടാ. ഇത് നമ്മൾ ജനറലി പറഞ്ഞ ഫേസർ ഡയഗ്രത്തിൽ നിന്നാണ് നമ്മൾ ഇക്വേഷനിലേക്ക് എത്തുന്നത്. ഫേസർ ഡയഗ്രാം. ഫേസർ ഡയഗ്രാം വരെ എഴുതി ഇവിടെ വരെ എന്നിട്ട് ബാക്കി പറയാം. ക്ലിയർ അല്ലെങ്കിൽ പറയണോട്ടാ. ഇവരെഴുതി കഴിഞ്ഞാ
ഞാൻ വിടത്തില്ല കേട്ടോ. കഴിഞ്ഞിട്ട് സംസാരിക്കണേ. റെസിസ്റ്റൻസ് നമ്മൾ പറഞ്ഞില്ല, ജനറലി നമ്മൾ IR പറയാം. IR എന്നാ പറയാം. R എന്ന് പറയുന്നത് എന്താ? റെസിസ്റ്റൻസ് അല്ലേ? അപ്പൊ നമ്മൾ കുറച്ചു മുമ്പ് പഠിച്ചില്ലേ, ഇൻഡക്റ്റീവ് സർക്യൂട്ടിലെ റെസിസ്റ്റൻസിന് പറയുന്ന പേരെന്താ? ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. അതാണ് XL എന്ന് പറയുന്നത്. മനസ്സിലായോ? കപ്പാസിറ്റീവ് സർക്യൂട്ടിലെ റെസിസ്റ്റൻസിന് പറയുന്ന പേരെന്താ? കപ്പാസിറ്റീവ് റിയാക്ടൻസ് XC. അത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നില്ല. ഇത്രയും കഴിഞ്ഞില്ലേ? അത് കഴിഞ്ഞിട്ട് എഴുതിക്കോ. ഈ V എന്ന് ഉദ്ദേശിക്കുന്ന ജനറലി വരുന്നത് ഞാൻ ഒന്ന് പറഞ്ഞില്ലേ, ഇവിടെ തൊട്ടാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ, നെറ്റ് വോൾട്ടേജ് എത്തുമ്പോൾ ഇങ്ങനെയാ വരുന്നത്. അക്കോർഡിംഗ് ടു ദ ഫേസർ ഡയഗ്രാം നമ്മൾ ഇങ്ങനെ ചെയ്തു വരും. ഓക്കെ, അടുത്തത് ഇത് കഴിഞ്ഞിട്ട് എഴുതിക്കോ. V/A എന്ന് പറഞ്ഞാൽ എന്താ? റെസിസ്റ്റൻസ്. അപ്പൊ ഇവിടെ ആരാണ് ഓഫർ ചെയ്ത റെസിസ്റ്റൻസ്? LCR സർക്യൂട്ട്. റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ LCR സർക്യൂട്ട് ഈസ് കോൾഡ് ഇംപിഡൻസ്. ഇംപിഡൻസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ Z. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞിട്ട് ബാക്കി എഴുതിക്കോ. റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ the series LCR circuit is called impedance. Impedance എന്ന് എഴുതി ബ്രാക്കറ്റിൽ Z എന്ന് കൊടുക്കണേ. V/I equal to root of R square plus XL minus XC the whole square. Resistance offered by the series LCR circuit is called impedance. Impedance is Z. Z is equal to ഇങ്ങനെ ആയിരിക്കും. ഇത് 4 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും കേട്ടോ. ഇംപിഡൻസ് കണ്ടുപിടിക്കാൻ. ഫൈൻഡ് ദ ഇംപിഡൻസ് ഓഫ് ദ LCR സർക്യൂട്ട്. പിന്നെ വേറെ ഇതിൽ ഈ ചാപ്റ്ററിൽ എല്ലാം ഇമ്പോർട്ടന്റ്. ഈ ആരെങ്കിലും സംസാരിക്കുന്നത് ഇംപിഡൻസ് എന്നോട് ചോദിച്ചോ. സ്പെല്ലിംഗ് ഔട്ട് ഉണ്ടെങ്കിൽ R സ്ക്വയർ പ്ലസ് XL മൈനസ് XC ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇതിനകത്ത് ഏതില്ല ഇംപിഡൻസ് എന്നുള്ളതാണ്. ഇനി ശ്രദ്ധിച്ചേ, ഇനി ഓരോരുത്തർ പറഞ്ഞു. XL എന്താ? XL എന്ന് പറഞ്ഞാൽ എന്താ? L ഒമേഗ R സ്ക്വയർ പ്ലസ് L ഒമേഗ മൈനസ് XC. സാറ പറയും XC എന്ന് പറഞ്ഞാൽ എന്താ? 1/C ഒമേഗ ദ ഹോൾ സ്ക്വയർ. Z is equal to root of R square plus L square omega square minus 1/C square omega square. ഇത് ബോക്സ് ചെയ്തിട്ടോട്ടെ ഈ ഇക്വേഷൻ. ഇംപിഡൻസ് Z is equal to root of R square plus L omega minus 1/C omega the whole square. Impedance of the LCR circuit. ഓക്കെ, ഇംപിഡൻസ് എന്താണെന്ന് എഴുതിയില്ല. ഇനി അടുത്തത് ഇവിടെ വരെ. ഇതാണ് മെയിൻ ഇക്വേഷൻ കേട്ടോ. മെയിൻ ഡെറിവേഷൻ ആണ് ഈ വരുന്നത്. ഇത്രയും ചോദിക്കും. അടുത്തൊരു കണ്ടീഷൻ ആയിട്ട് എഴുതിക്കോ. when XL equal to XC what will happen? XL ഉം XC ഉം ഈക്വൽ ആണെങ്കിൽ നമ്മുടെ ഇംപിഡൻസിന് വരുന്ന ചേഞ്ച് എന്തായിരിക്കും? when XL equal to XC നോക്കണേ. when XL ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഈ രണ്ട് ഇക്വേഷനും ബോക്സ് ചെയ്യാം. ഇവിടെ വരെ എഴുതി കഴിഞ്ഞാ കഴിഞ്ഞേ. അഭിനവ് വിഘ്നേഷ് കഴിഞ്ഞാ? സാറ കഴിഞ്ഞാ? ഇവിടെ വരെ കഴിഞ്ഞു. ഇനി അടുത്ത കണ്ടീഷൻ ഒന്ന് പറഞ്ഞേക്ക് നോക്കാം. when XL equal to XC what will happen? XL ഉം XC ഉം ഈക്വൽ ആണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാം? Z is equal to root of R square. XL ഉം XC ഈക്വൽ ആണ്. Z is equal to R square. That means Z is equal to R. Okay. ഈ ഒരു കണ്ടീഷനെ നമ്മൾ പറയുന്ന പേരാണ് റെസൊണൻസ് കണ്ടീഷൻ.
കണ്ടീഷൻ എന്താണ് റെസൊണൻസ്. മനസ്സിലായോ? XL ഈക്വൽ ടു XC. ഇത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആട്ടോ. XL ഈക്വൽ ടു XC ആ കണ്ടീഷന് പറയുന്ന പേരാണ് റെസൊണൻസ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടെ പറയാം. റെസൊണൻസ് ഫ്രീക്വൻസി എങ്ങനെ കണ്ടുപിടിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോ ഇത്ര എഴുതാം. XL ഈക്വൽ ടു XC, Z is equal to root of R square, Z is equal to R, that means resonance. ഓക്കെ, അല്ലെങ്കിൽ ഇത് തന്നെ പറഞ്ഞു വിട്ട് ബാക്കി പറയാം. Z is equal to R. ഇനി നോക്കിക്കേ, അപ്പോ Z എന്ന് പറയുന്നത് എങ്ങനെയാ റെസൊണൻസ് എന്ന് പറയുന്നത് പറയാൻ പോകുന്നത്. Z എന്ന് പറയുന്നത് R ആണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, കണ്ടീഷൻ അതാണ് XL ഈക്വൽ ടു XC. ആ കണ്ടീഷനെയാണ് നമ്മൾ റെസൊണൻസ് കണ്ടീഷൻ എന്ന് പറയും. അപ്പൊ Z ഈക്വൽ ടു R എന്ന് പറയുമ്പോൾ Z എന്ന് പറഞ്ഞാൽ എന്താ? ഇമ്പിഡൻസ്. ഇമ്പിഡൻസ് ഈക്വൽ ടു R എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ആണ് അല്ലെ. അപ്പൊ ഇമ്പിഡൻസും റെസിസ്റ്റൻസും എന്ന് പറയുന്നത് എന്താ? സെയിം ആണെന്നാണ് നമ്മൾ പറഞ്ഞു വന്നത്. XLും XC ഈക്വൽ ആണെങ്കിൽ ഇമ്പിഡൻസ് ഓഫ് ദ സർക്യൂട്ട് ഈക്വൽ ടു റെസിസ്റ്റൻസ് എന്നാണ് പറഞ്ഞത്. ഇനി അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇമ്പിഡൻസ് കൂടുവാണെന്ന് വിചാരിക്കും. ഇമ്പിഡൻസ് കൂടുമ്പോ കറന്റ് അവിടെ എങ്ങനെയായിരിക്കും? കറന്റ് ആലോചിക്കുക. ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ? കണക്ട് ചെയ്യും. ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ? റെസിസ്റ്റൻസ് ആണ്. അപ്പൊ ഇമ്പിഡൻസ് കൂടുക എന്ന് പറയുമ്പോ അവിടെ എന്തായിരിക്കും? കറന്റ് എങ്ങനെയായിരിക്കും? കറന്റ് എന്ത് ചെയ്യും? കുറയും. ഇനി ഇമ്പിഡൻസ് കുറഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്കും കറന്റ് അവിടെ എങ്ങനെയായിരിക്കും? കൂടും. മനസ്സിലായി? അപ്പൊ ഇമ്പിഡൻസും കറന്റ് തമ്മിലുള്ള കണക്ഷൻ മനസ്സിലായോ? ഇങ്ങനെ ആയിരിക്കും കിടക്കുക. Z is equal to R എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിച്ചു പോകത്തില്ല, പക്ഷെ ആലോചിച്ച് വെക്കാം. ഇമ്പിഡൻസ് എന്താ പറയാ? ഇമ്പിഡൻസ് ഇൻക്രീസസ്. ഇമ്പിഡൻസ് കൂടി എന്ന് പറയുമ്പോ അവിടെ ആര് കുറഞ്ഞു എന്നാ മീൻ ചെയ്യാ? കറന്റ് കുറഞ്ഞു. അപ്പൊ അതുകൂടെ ഇത് താഴെ എഴുതി വെച്ചോ. ഇമ്പിഡൻസ് ഇൻക്രീസസ്, when impedance increases, current become minimum. When impedance increases, current become minimum. When impedance minimum ആവുമ്പോ current എന്ത് ചെയ്യും? മാക്സിമം. അത്ര എഴുതിയാൽ മതി. impedance minimum ആവുമ്പോ കറന്റ് എന്ത് ചെയ്യും? I എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഇമ്പിഡൻസ് കുറയുമ്പോ കറന്റ് ഇമ്പിഡൻസ് കുറയുമ്പോ കറന്റ് കൂടും. ഇമ്പിഡൻസ് കൂടുമ്പോ കറന്റ്. ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി. ഇതൊക്കെ 1 മാർക്കിന് വെക്കുന്ന സംഭവമാണ്. ഡെറിവേഷൻ പറയുമ്പോൾ നമ്മൾ ഇമ്പിഡൻസ് വരെ എഴുതുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒരെണ്ണം കൂടെ കണ്ടുപിടിക്കാനുണ്ട്. ഫേസ് ആംഗിൾ. ഡെറിവേഷൻ വരുവാണെങ്കിൽ ഫേസ് ആംഗിൾ വരെയപ്പോ കണ്ടുപിടിച്ച് വെക്കണം കേട്ടോ. ഫേസ് ആംഗിൾ. അടുത്തത് ഫേസ് ആംഗിൾ കണ്ടുപിടിക്കും. ആ ഫേസർ ഡയഗ്രത്തിന്റെ ഫേസ് ആംഗിൾ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫേസ് ആംഗിൾ ഡയഗ്രം ഓർമ്മ. ഡയഗ്രം എങ്ങനെയാണ് വെച്ചത്? ഇത് VR. VR എന്ന് പറഞ്ഞാൽ ഇത് R ആണെന്ന് ഉദ്ദേശിക്കുന്നത്. ഇതെന്ന് പറയുന്നത് VC ആയിരുന്നു. ഇതെന്ന് പറയുന്നത് VL ആയിരുന്നു. അപ്പൊ ഇവിടെ ഇതെന്ന് പറയുന്നത് എന്താ? VL മൈനസ് VC. ഇതെന്തായിരിക്കും? അപ്പൊ VL മൈനസ് VC. ദിസ് ഇസ് ഫൈ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫേസ് ആംഗിൾ ആണ്. ഫേസ് ആംഗിൾ ആണ് ഫൈ. ഫൈ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? ടാൻ ഫൈ എടുത്താൽ മതി. ടാൻ ഫൈ എടുക്കുമ്പോൾ എന്ത് വരും? ടു ഫൈൻഡ് ദ ഫേസ് ആംഗിൾ. ഫേസ് ആംഗിൾ കിട്ടാനായിട്ട് എന്ത് ചെയ്യുക? ടാൻ ഫൈ എടുക്കുക. ടാൻ ഫൈ എടുക്കുമ്പോൾ എങ്ങനെ വരും? ഫേസ് ആംഗിൾ ഈക്വൽ ടു ടാൻ ഫൈ. ടാൻ ഫൈ എന്ന് പറയുമ്പോൾ എന്താ? ടാൻ എന്താ? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. അപ്പൊ ഓപ്പോസിറ്റ് സൈഡ് ഏതാ? ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാ? VL മൈനസ് VC ബൈ R. അപ്പൊ ഫൈ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് VL മൈനസ് VC ബൈ R. ഇതും കൂടെ ഒന്ന് ബോക്സ് ചെയ്ത് വെച്ചോ. ഫേസ് ആംഗിൾ. Phase angle of the series LCR circuit phi equal to tan inverse of VL minus VC by R. അടുത്തത് റെസൊണൻസ് എന്ന ഹെഡിങ് കൊടുത്തു. നമ്മൾ റെസൊണൻസ് കണ്ടീഷൻ ഞാൻ എന്താ പറഞ്ഞത്? റെസൊണൻസ് ആവാനുള്ള കണ്ടീഷൻ എന്താ പറഞ്ഞത്? Z is equal to R impedance. XL equal to സ്റ്റാർട്ടിംഗ് എന്താ? XL equal to XC. Z is equal to R. XL equal to XC ആവുമ്പോഴാണല്ലോ എന്താവുന്നത്? Z equal to R ആവുന്നത്. ആ കണ്ടീഷനാണ്
കണ്ടീഷൻ എന്ന് പറയാം. അപ്പൊ റെസൊണൻസ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്തായിരിക്കും? The frequency at which XL equal to XC. XL ഉം XC യും ഈക്വൽ ആവുമ്പോഴുള്ള ഫ്രീക്വൻസിനാണ് നമ്മൾ എന്തെന്ന് പറയാ? റെസൊണന്റ് ഫ്രീക്വൻസി എന്ന് പറയാം. അപ്പൊ നമ്മളിപ്പോ കണ്ടുപിടിക്കാൻ പോകുന്ന റെസൊണന്റ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഏതോ ഒരു ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് റെസൊണൻസ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ. അതും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ അതിന്റെ ബേസ് ചെയ്ത ഒരു പ്രോബ്ലം സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോ റെസൊണൻസ് എഴുതുക. കണ്ടീഷൻ ഫോർ റെസൊണൻസ് XL ഈക്വൽ ടു XC. ദാറ്റ് മീൻസ് എന്താ? Z is equal to R ആണെന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന റെസൊണൻസ് ഫ്രീക്വൻസിയാണ്. ഇത് എഴുതിയിട്ട് റെസൊണന്റ് ഫ്രീക്വൻസിന് സബ് ഹെഡിങ് കൊടുത്തിട്ട് എഴുതിക്കോ. റെസൊണന്റ് ഫ്രീക്വൻസി the frequency at which കുറച്ച് ബാക്കിലായി പോയി. Resonant frequency, the frequency at which XL and XC are equal. The frequency at which XL and XC are equal. അല്ലെങ്കിൽ XL equal to XC. ആ ഒരു കണ്ടീഷനിൽ വരുന്ന ഫ്രീക്വൻസിയാണ് റെസൊണന്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്താ ചെയ്യാവുന്നത്? സിമ്പിൾ ആയിട്ട് നോക്കിക്കേ. XL equal to XC എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇതിൽ നിന്നാണ് നമ്മൾ ഫ്രീക്വൻസി എഫ് കണ്ടുപിടിക്കാൻ പോണത്. XL എന്ന് പറയുന്നത് എന്താ? XL എന്ന് പറയുന്നത് എന്താ? എന്ത് ഒമേഗ? L ഒമേഗ അല്ലെ? XL equal to L omega. And what is the value of XC? 1 by C omega. ഓക്കെ, ഇതിൽ നമുക്ക് ഇങ്ങോട്ട് എടുക്കണമെങ്കിൽ ഇങ്ങനെ വരും L C ഒമേഗ സ്ക്വയർ. omega square equal to 1. Okay, ഇവിടെ നിന്ന് എനിക്ക് ഒമേഗ സ്ക്വയർ ഈക്വൽ ടു 1 by LC എന്ന് എഴുതിക്കൂടെ? നോക്കട്ടെ, നോക്കി കഴിഞ്ഞിട്ട് എഴുതിയാൽ മതി. സ്റ്റെപ്പ് പറഞ്ഞു പോയിട്ട് എഴുതിയാൽ മതി. രണ്ടിന്റെ ഇക്വേഷൻ എഴുതി. XL എന്ന് പറഞ്ഞാൽ L ഒമേഗ, XC എന്ന് പറഞ്ഞാൽ 1 by C ഒമേഗ. അതിന് ഞാൻ എന്തെടുത്ത്? L C ഒമേഗ സ്ക്വയർ ഈക്വൽ ടു 1, ഒമേഗ സ്ക്വയർ ഈക്വൽ ടു 1 by LC. അപ്പൊ ഒമേഗ ഈക്വൽ ടു എനിക്ക് എങ്ങനെ എഴുതാം? 1 by root of LC. ഇതും ചോദിക്കോട്ടാ. ആംഗുലർ ഫ്രീക്വൻസി ഒമേഗ, ഒമേഗ ഈക്വൽ ടു 1 by root LC. ഇനി നമുക്ക് വേണ്ടത് എന്താ? ഫ്രീക്വൻസിയാണ് വേണ്ടത്. അപ്പൊ ഒമേഗയുടെ വാല്യൂ നമുക്ക് വേറൊരു വാല്യൂ അറിയാം. ഒമേഗ എന്താ? 2πf. അപ്പൊ അതുകൊണ്ട് ഇക്വേറ്റ് ചെയ്യാല 2πf ഈക്വൽ ടു, വി നോ ദാറ്റ് ഒമേഗ ഈക്വൽ ടു 2πf. അപ്പൊ രണ്ട് ഇക്വേഷനും കൂടെ ഇക്വേഷൻ നമ്പർ 1 2 ഇക്വേറ്റിംഗ് 3 and 4. 3 ഉം 4 ഇക്വേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ equal to 1 by root LC അല്ലെ? ഇവിടെ നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? F. അപ്പൊ F is equal to എന്ത് വരും? 1 by 2π into root LC. This is the equation of resonance frequency. F is equal to 1 by 2π into root LC. അപ്പൊ നമ്മുടെ റെസൊണൻസ് കണ്ടീഷൻ പഠിച്ചു. റെസൊണൻസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ XL ഈക്വൽ ടു XC ആണ് റെസൊണൻസ് കണ്ടീഷൻ. ദാറ്റ് മീൻസ് Z is equal to R. ഈ ഒരു LCR സർക്യൂട്ടിൽ കൺസിഡർ ചെയ്യുക. ഒരു LCR സർക്യൂട്ടിൽ XL is greater than XC. XL is greater than XC എന്ന് പറയുമ്പോൾ എന്താ മീൻ ചെയ്യുക? അല്ലെങ്കിൽ VL is greater than VC. ഇതെന്താ മീൻ ചെയ്യുക? VL greater than VC എന്ന് പറയുമ്പോൾ എന്താ മീൻ ചെയ്യുക? ജനറൽ അത് നോക്കിയിട്ട് എന്താ മനസ്സിലാവുന്നത് പറഞ്ഞത്? VL is greater than VC. That means എന്താ മീൻ ചെയ്യുന്നത്? വോൾട്ടേജ് അക്രോസ്
ഇൻഡക്ടർ ഈസ് ഗ്രേറ്റർ ദാൻ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ. അപ്പൊ ആ ഒരു സർക്യൂട്ടില് വോൾട്ടേജ് അക്രോസ് ഇപ്പൊ NCR സർക്യൂട്ട് നമ്മൾ കൺസിഡർ ചെയ്തതിൽ വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ. ദാറ്റ് മീൻസ് ആ സർക്യൂട്ട് എന്ന് പറയുന്നത് എന്ത് സർക്യൂട്ട് ആയിരിക്കും അപ്പൊ കൂടുതൽ. അപ്പൊ കപ്പാസിറ്ററിന്റെ വോൾട്ടേജ് ഒട്ടും ഇല്ല, ഇൻഡക്ടറിന്റെ വോൾട്ടേജ് നല്ല ഹൈ ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സർക്യൂട്ട് അപ്പൊ ആക്ച്വലി എന്ത് സർക്യൂട്ട് ആയിരിക്കും അവിടെ മീൻ ചെയ്യുന്നത്? പ്യോർലി എന്ത് സർക്യൂട്ട് ആയിരിക്കും അത്? ഇൻഡക്റ്റീവ് സർക്യൂട്ട്. അപ്പൊ ഇൻഡക്ടറിന്റെ വോൾട്ടേജ് കൂടി നിൽക്കാന്ന് പറയുമ്പോൾ കപ്പാസിറ്ററിന്റെ വോൾട്ടേജ് അവിടെ നെഗ്ലിജിബിൾ ആയി പോകും, വോൾട്ടേജ് കുറവാണെങ്കിൽ. അപ്പൊ ആ സർക്യൂട്ട് എന്തായിട്ട് മാറും? എന്തായിട്ട് ബിഹേവ് ചെയ്യാൻ തുടങ്ങും? പ്യോർലി ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആയിട്ട് ബിഹേവ് ചെയ്യും. അപ്പൊ VL is greater than VC, സർക്യൂട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്യോർലി ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആയിരിക്കും. ഇനി നേരെ തിരിച്ചാണ് വരുന്നതെങ്കിൽ when വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ ഈസ് ഗ്രേറ്റർ ദാൻ വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ, ഇങ്ങനെയാണെങ്കിൽ സർക്യൂട്ട് എന്തായിരിക്കും? പ്യോർലി ഇൻഡക്റ്റീവ് സർക്യൂട്ട്, സോറി കപ്പാസിറ്റീവ് സർക്യൂട്ട് ആയിരിക്കും. കണ്ടീഷൻ കൂടെ എഴുതിയിട്ടുണ്ട്. റെസിസ്റ്റർ സർക്യൂട്ടിന് ഓൾറെഡി റെസിസ്റ്റർ ഉണ്ട്, അതാ ഉദ്ദേശിക്കുന്നത്. അല്ല, അപ്പൊ അത് ഇവിടെ കൂട്ടുന്നില്ല. അത് പറയാം. ഇത് രണ്ടും നോക്കിയാൽ ഇത് രണ്ടിനെയും കമ്പയർ ചെയ്ത് നമ്മൾ സർക്യൂട്ട് എന്താണെന്ന് പറയാം. ഇനി ഒരു രണ്ട് ടോപ്പിക്കുകളേ ഉള്ളൂ. ഓക്കെ, അടുത്തത് ചെറിയ ഹെഡിങ് കൊടുത്തോ, ക്വാളിറ്റി ഫാക്ടർ. അതോട് പറയാം, ക്വാളിറ്റി ഫാക്ടർ പെട്ടെന്ന് നോക്കിയാൽ മതി, അല്ലെങ്കിൽ ക്യൂ ഫാക്ടർ. ക്യൂ ഫാക്ടർ ഷാർപ്നെസ് ഓഫ് റെസൊണൻസ് എന്ന് പറയും. ഷാർപ്നെസ്, റെസൊണൻസിന്റെ ഒരു ഷാർപ്പ് വാല്യൂ, അതിനെയാണ് നമ്മൾ ക്യൂ ഫാക്ടർ എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് നമ്മൾ ഡെഫിനിഷൻ നോക്കാം, ഇക്വേഷൻ നോക്കാം, അത്രേ ഉള്ളൂ. ഡെഫിനിഷൻ ഹയർ വാല്യൂ, വീക്ക് വാല്യൂ. ഓക്കെ, അപ്പൊ എഴുതിക്കോ. ക്യൂ ഫാക്ടർ ഇസ് എ റേഷ്യോ ഓഫ്, ഇതിലുള്ള ഇതൊന്ന് റെഫർ ചെയ്യണമെന്ന് എഴുതി വെച്ചോട്ടെ. ഈ നോട്ടൊന്ന് നോക്കിക്കോളെ, മെറ്റീരിയൽ ഉള്ളത് ഞാൻ വേറെ മനസ്സിലാവുന്ന രീതിയിലാണ് പറയുന്നത്. ഇറ്റ് ഇസ് എ റേഷ്യോ ഓഫ് വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ, സോറി വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ. It is the ratio of voltage across inductor or capacitor. It is the ratio of voltage across inductor or capacitor to the voltage across resistor. To the voltage across resistor. To the voltage across resistor. ഓക്കെ, അപ്പൊ അതിന്റെ ബേസിക് ഇക്വേഷൻ എങ്ങനെ വരും? ക്യൂ ഇസ് ഈക്വൽ ടു, നമ്മളിപ്പോ എന്താ ഡിഫൈൻ ചെയ്തത്? എന്ത് റേഷ്യോ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ ഓർ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ ടു ദ വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ VC ബൈ VR എന്ന് എഴുതാം, അല്ലെങ്കിൽ എന്തെന്ന് എഴുതാം? VL ബൈ VR എന്ന് എഴുതാം. VC എന്ന് പറഞ്ഞാൽ എന്താ? VC എന്ന് പറഞ്ഞാൽ എന്താ? വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ. അല്ലെങ്കിൽ VL എന്ന് പറഞ്ഞാൽ എന്താ? VL എന്താന്ന് പറഞ്ഞേ? ഇൻഡക്ടർ. അതെന്താന്ന് പറഞ്ഞാടാ നീ പറഞ്ഞേ? VL എന്ന് പറയുന്നത് എന്തായിരിക്കും? I into XL. I into XL ബൈ VR എന്ന് പറയുന്നത് എന്തായിരിക്കും? I into R. I കട്ട് ചെയ്ത് ബാക്കിയുള്ള എന്താ? XL ബൈ R. XL നെ നമുക്ക് എങ്ങനെ എഴുതാം? XL നെ എങ്ങനെ എഴുതാം? XL ഈക്വൽ ടു L ഒമേഗ. L ഒമേഗ ബൈ R.
ഓക്കെ, ഇനി വേണമെങ്കിൽ ഒമേഗക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഒമേഗ നമ്മൾ എങ്ങനെയാ പഠിച്ചത്? ഒമേഗ 2πf അല്ല, അല്ലാതെ റെസൊണൻസ്. നമ്മൾ ഇതിനെ പറയുന്നത് ഷാർപ്നെസ് ഓഫ് റെസൊണൻസ് എന്നല്ലേ പറയാം. റെസൊണൻസിന്റെ കേസിൽ നമ്മൾ ഒമേഗ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ എഴുതി വെച്ചേക്കുന്നത്? ഒമേഗ 1/√LC. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒമേഗക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. L/R × 1/√LC സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് ഇത്രയും മതി. ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. അതുപോലെ തന്നെ മറ്റേതിനെ കണ്ടുപിടിക്കാം. മറ്റേതിനെ ചെയ്യാലോ ഇതുപോലെ തന്നെ. VCക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഓക്കെ, പറഞ്ഞു. ഓരോന്ന് പഠിച്ചതൊക്കെ വെച്ച് പറഞ്ഞു. സ്റ്റാർട്ടിംഗ് ഒക്കെ പോവാം നമുക്ക്. വാട്ട് ഈസ് ഓൾട്ടർനേറ്റിംഗ് കറന്റ്? എന്താ ഓൾട്ടർനേറ്റിംഗ് കറന്റ് എന്ന് പറഞ്ഞാൽ? മാഗ്നിറ്റ്യൂഡ് ചേഞ്ചസ് വിത്ത് ടൈം. ഓക്കെ, I ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് കറന്റ്. I is equal to I0 sin omega t. Voltage, instantaneous value of voltage. V0 sin omega t. VRMS. RMS value of voltage. V0/√2 IRMS. I0/√2. ഓക്കെ, അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മള് AC അപ്ലൈ ടു റെസിസ്റ്ററിലേക്ക് AC കൊടുത്തു. AC കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഉണ്ടായ വോൾട്ടേജിന്റെ ഇക്വേഷൻ സെയിം തന്നെ. V is equal to V0 sin omega t. അവിടെ കറന്റ് എങ്ങനെയുണ്ടായത്? കറന്റിന്റെ ഇക്വേഷൻ എന്താ അവിടെ കിട്ടിയത്? I0 sin omega t. That means current and voltage are in same phase-ലാണെന്ന് പറഞ്ഞു. അപ്പൊ ഇനി അടുത്തത്, അപ്പൊ ഫേസർ ഡയഗ്രാം ഓർക്കുക, ഗ്രാഫ് എങ്ങനെയാ വരാന്ന് ഓർക്കുക. ദെൻ അടുത്തത് AC അപ്ലൈഡ് ടു ആൻ ഇൻഡക്ടർ. ഇൻഡക്ടറിലേക്ക് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ വോൾട്ടേജ് എന്താ അവിടെ സെയിം തന്നെ. V is equal to V0 sin omega t. പിന്നെ നമ്മൾ ഏത് ഇക്വേഷൻ എടുത്തിട്ടാണ് കണ്ടിന്യൂ ചെയ്തത്? V is equal to L into di/dt എടുത്തിട്ട് കണ്ടിന്യൂ ചെയ്തു. നമുക്ക് അപ്പൊ കിട്ടിയ കറന്റ് എങ്ങനെയാ കിട്ടിയത്? ലാഗിംഗ് ആണെന്ന് കിട്ടി. ലാഗിംഗ് ആണെന്ന് പറഞ്ഞ ഒഴിവാക്കാൻ നോക്കണം. ഇക്വേഷൻ പറ. I0 sin omega t minus π/2. അവിടെ I0 എന്ന് പറഞ്ഞ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത എന്തിനാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്? V0/L ഒമേഗയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഇങ്ങനെ പഠിക്കണം, എന്നാലും ശരിയാവുള്ളൂ. അപ്പൊ കറന്റ് ലാഗിംഗ് ആണെന്ന് പറഞ്ഞത്. അടുത്തത് AC അപ്ലൈ ടു കപ്പാസിറ്റർ. എന്താ സംഭവിച്ചത്? V0 സെയിം തന്നെ. I0 എന്താ? sin omega t പ്ലസ് π/2. പ്ലസ് π/2 എന്ന് പറയുമ്പോൾ കറന്റ് അവിടെ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? ലീഡിംഗ് ആണ്. കറന്റ് ലീഡിംഗ് ആണ്. അപ്പൊ അവിടെ ഉണ്ടാവുന്ന റെസിസ്റ്റർ നമ്മൾ പറയുന്ന പേരെന്താ? കപ്പാസിറ്റീവ് റിയാക്ടൻസ്. കപ്പാസിറ്റീവ് റിയാക്ടൻസിന്റെ ഇക്വേഷൻ എന്താ പഠിച്ചത്? X is equal to 1/C omega. ഓക്കെ, ഇനി അടുത്തത് അതുകൊണ്ട് നമ്മൾ LCR. അങ്ങനെയാണെങ്കിൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് XL ഈക്വൽ ടു പറഞ്ഞോ L omega. ഓക്കെ, ഇനി AC അപ്ലൈ ടു സീരീസ് LCR സർക്യൂട്ടിലേക്ക് അപ്ലൈ ചെയ്തു. അപ്പൊ ഇമ്പിഡൻസ്, വാട്ട് ഇസ് ഇമ്പിഡൻസ്? ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ? റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ സീരീസ് LCR സർക്യൂട്ടിനാണ് നമ്മൾ എന്തെന്ന് പറയാ? ഇമ്പിഡൻസ് എന്ന് പറയാം. ഇമ്പിഡൻസിന്റെ ഇക്വേഷൻ എന്താണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും? Z ഈക്വൽ ടു √R² പ്ലസ് XL മൈനസ് XC ദ ഹോൾ സ്ക്വയർ. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ഫേസ് ആംഗിൾ? ഫേസ് ആംഗിൾ ഫൈ എന്ന് പറയുമ്പോൾ tan ഇൻവേഴ്സ് ഓഫ് XL മൈനസ് XC/R. അതാണ് നമുക്ക് ഫേസ് ആംഗിൾ കിട്ടിയത്. പിന്നെ വാട്ട് ഇസ് ദ കണ്ടീഷൻ ഓഫ് റെസൊണൻസ്? XL ഈക്വൽ ടു XC എന്ന് പറയുന്ന റെസൊണൻസ് കണ്ടീഷൻ ആണ് നമ്മൾ പറഞ്ഞു. ദാറ്റ് മീൻസ് Z is equal to R. ഇനി അവിടെയുള്ള റെസൊണൻസ് ഫ്രീക്വൻസി എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? സ്റ്റെപ്പ് ഒന്ന് പറഞ്ഞാൽ മതി. എങ്ങനെയാണ് റെസൊണൻസ് ഫ്രീക്വൻസിയിലേക്ക് എത്തിയത്? XL-ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് XL എന്താ? L omega. XC എന്താ? 1/C omega. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി? F കിട്ടി. F-ന്റെ വാല്യൂ എന്താ? 1/2π into √LC. ഓക്കെ, ഫ്രീക്വൻസി വരെ കിട്ടി. പിന്നെ നമ്മൾ പറഞ്ഞു if XL is greater than XC ആണെങ്കിൽ the circuit is purely inductive, and if XC is greater than XL ആണെങ്കിൽ the circuit is said to be purely capacitive. ഇത്രയും നോക്കിയിട്ട് വേണം വരാൻ. ഫൈനലി നമ്മൾ പഠിച്ച വ്യൂ ഫാക്ടർ, ക്വാളിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് ഷാർപ്നെസ് ഓഫ് റെസൊണൻസ്. അതെന്തിന്റെ റേഷ്യോ? It's the ratio of capacitor voltage across inductor or capacitor to the voltage across resistor. ഇനി ആകെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് പവർ. പവറിന്റെ LCR സർക്യൂട്ടിൽ ഒരു പവർ ഉണ്ട്, അത് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ പിന്നെ ട്രാൻസ്ഫോമർ. ആ രണ്ട് കുഞ്ഞു ടോപ്പിക് കൂടെ കഴിഞ്ഞ ചാപ്റ്റർ കഴിഞ്ഞ് പ്രത്യേകം പറയുന്നതാണ്. EMVs എടുക്കുമ്പോഴത്തേക്കും അതിന് മുടങ്ങരുത്. മനസ്സിലായോ? ഏതെങ്കിലും ഒരു